Thank you, Ramesh sir. Good morning, coaches and my dear players. Warm welcome to all for the online session of Mindset of Expert Fielder. എല്ലാവരും വീട്ടില് സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളെ ഈ അക്കാഡമി ഗ്രൂപ്പിൽ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അതിൽ കുറെ പേരെ നമ്മുടെ തലശ്ശേരി അക്കാഡമിയിൽ കോച്ച് ചെയ്തിട്ടുണ്ട്, കുറച്ചുപേരെ സ്റ്റേറ്റ് ടീംസിന്റെ കൂടെ പോയ സമയത്ത് കോച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈ പെർഫോമൻസ് സെന്റർ ആലപ്പിയിലും കുറച്ചുപേരെ കോച്ച് ചെയ്തിട്ടുണ്ട്. അറിയാത്ത കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്നെയും അറിയാത്ത കുറച്ച് കുട്ടികളുണ്ടാവും. മൈസെൽഫ് മസർ മൊയ്തു, തലശ്ശേരിയാണ് സ്വദേശം. 2007 മുതൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ വർക്ക് ചെയ്യാണ്. ഐ ഹാവ് ഡൺ ലെവൽ എ ഇൻ ദ ഇയർ 2007, ലെവൽ ബി ഇൻ ദ ഇയർ 2012. ഫീൽഡിങ്ങിൽ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ നിന്ന് സ്പെഷ്യലൈസ് ചെയ്ത് 2013. കഴിഞ്ഞ 10 വർഷത്തോളമായി കേരള ടീമിന്റെ അണ്ടർ 40 മുതൽ രഞ്ജി ട്രോഫി വരെ ഡിഫറെന്റ് കാറ്റഗറീസ് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ ദ സ്മോൾ ഇൻട്രൊഡക്ഷൻ അബൌട്ട് മീ, റൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു ഡിഫറെന്റ് ആൻഡ് ചാലഞ്ചിങ് സിനാരിയോയിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് COVID-19. ഇറ്റ്സ് വെരി വെരി ന്യൂ ടു ഓൾ ഓഫ് us. It's not only to the cricketers but to the entire world. ലോകം മൊത്തം ഈ COVID-19 ബന്ധപ്പെട്ട് സ്റ്റക്ക് ആയിരിക്കുകയാണ്. അപ്പൊ ഇനീഷ്യൽ ഫേസസിൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാനിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആസ് എ ക്രിക്കറ്റേഴ്സ് അല്ലെങ്കിൽ ദോസ് ദ പേഴ്സണാലിറ്റീസ് ഹു ആർ അസോസിയേറ്റഡ് വിത്ത് ക്രിക്കറ്റ് ഓർ ദ സ്പോർട്ട്, അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കുന്നതാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് മനസ്സിലായത്. എന്ന് വെച്ചാൽ നമ്മൾ ഗെയിം ആകുന്ന സമയത്ത് പല ചാലഞ്ചിങ് സിറ്റുവേഷനിലൂട്ടും സിനാരിയിലൂട്ടും എല്ലാം കടന്നു പോയിട്ടുണ്ടാവും. എപ്പോഴും നമ്മൾ കംഫർട്ട് സോണിലും നമുക്ക് പറ്റുന്ന ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിലും അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങളും ഒത്തായിരുന്നില്ല. സംടൈംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫ്ലാറ്റ് വിക്കറ്റിലായിരിക്കും. വെരി നെക്സ്റ്റ് വീക്ക് നമ്മൾ ഹിമാചലിലോ അല്ലെങ്കിൽ മൊഹാലിയിലോ പോയിട്ട് നല്ല സീമിങ് ട്രാക്കിൽ കളിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫ്ലാറ്റ് വിക്കറ്റിൽ പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് പോയിട്ട് ഒരു ടേണറിൽ കളിക്കേണ്ടി വരും. അപ്പൊ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഡിഫറൻസ് വരും, പ്ലേയിങ് കണ്ടീഷൻ ഡിഫറെന്റ് വരും. ഓരോ മാച്ചിൽ തന്നെ ഡിഫറെന്റ് സിറ്റുവേഷൻസ് ഇറ്റ് വിൽ കീപ് ചേഞ്ചിങ്. അപ്പം ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരുപാട് ചാലഞ്ചസും അതുപോലെ തന്നെ ഡിഫറെന്റ് സിനാരിയോസിലോട്ടെല്ലാം കടന്നുപോയ സമയത്ത് ഗെയിൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ മാത്സോ പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് ആക്ച്വലി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഗെയിം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞ സമയത്തിന് ഇതുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ആയി. ദിസ് ഈസ് ന്യൂ, ഇതാണ് ന്യൂ നോർമൽ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മളെ കൺട്രോളിലുള്ള കാര്യമല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയാ, നമ്മളെ ഗവൺമെന്റ് ഫസ്റ്റ് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിക്കോഷൻ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഗ്രൗണ്ടിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഫിറ്റ്നസ് വെളിയിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നെല്ലാം പറയുന്നതിന് പകരം നമുക്കുള്ള റിസോഴ്സസ് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ടൊരു പ്ലാനോടുകൂടെ മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് ഫ്യൂച്ചറിൽ എന്തായാലും കിട്ടും. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം മൈൻഡിൽ വെച്ചിട്ട് തന്നെയാണ് KC ഇതേപോലത്തെ ഒരു ഓൺലൈൻ സെഷൻസും സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലാറ്റ്ഫോം. ഓക്കെ, സോ ബേസിക്കലി ദിസ് ഈസ് എ ഗുഡ് ടൈം. ഈ ഒരു സമയം നല്ല സമയമാണ്. ഇതിന്റെ വേറൊരു വേർഷനിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ടൈമായിരുന്നു. where we stand as an individual, where we stand as a cricketer, നമ്മളെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടുള്ള നമ്മളെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇനി നന്നാക്കണം. ആസ് എ ക്രിക്കറ്റർ നമ്മളെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ നന്നാക്കണം. ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് ഈ ഒരു കോവിഡ് ഫേസ് എന്നുള്ളത്. എന്ന് വെച്ചാല് പിന്നെ വീട്ടിൽ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യുക, ഓക്കെ, കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, ഗാർഡനിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ പുതിയ കമ്പ്യൂട്ടർ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക, റീഡ് ചെയ്യുക, ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് എഴുതുക, നിങ്ങളെ റോൾ മോഡലിനെ കുറിച്ചിട്ട് എഴുതുക, നിങ്ങളെ പാരന്റ്സിനെ കുറിച്ചിട്ട് എഴുതുക. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ എത്താൻ സഹായിച്ച ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെ കുറിച്ചൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും, നമ്മൾ വളർന്നു വന്ന ജേണി എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞൊക്കെയാണ് നമുക്ക് ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പം ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ KCന്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് വെറും ഒരു ക്രിക്കറ്ററെ മോൾഡ് ചെയ്ത് എടുക്കാന്ന് മാത്രമായിരിക്കില്ല. KCന്റെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ നല്ലൊരു ഹ്യൂമൻ ബീങ്സിന്, നല്ലൊരു ജെന്റിൽമാനെ സൊസൈറ്റിക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നല്ല ക്രിക്കറ്ററും ആയിരിക്കണം. ഒരു ക്രിക്കറ്റർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരുപാട് സോഫ്റ്റ് സ്കിൽസും ഉണ്ട്, അല്ലെ? ക്രിക്കറ്റ് ഈസ് എ ടീം ഗെയിം.
അപ്പം നമ്മളെ ക്രിക്കറ്റർ ആകുന്ന സമയത്ത് സമൂഹത്തിൽ എപ്പോൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്തും ശരി, നമ്മൾ ഡ്രസ് ചെയ്യുന്ന സ്റ്റൈലായും ശരി, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്റ്റൈലായും ശരി, എല്ലാത്തിലും നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ആയിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈമാണ് ഈ ഒരു ടൈം. അപ്പൊ ആ ഒരു ആംഗിളിൽ ചിന്തിക്കഴിഞ്ഞാൽ ഈ ഒരു സമയം നമുക്ക് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ, ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മൈൻഡ് സെറ്റ് ഓഫ് ഫീൽഡർ. ഫീൽഡറെ മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ടുള്ള സെഷനാണ്. കഴിഞ്ഞ വീക്ക് നമ്മുടെ അക്കാഡമി കോച്ചസ് അതേപോലെ അരുണും അതേപോലെ തന്നെ ജിത്തിനും രാഹുൽ ദാസും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ടെക്നിക്കിനെ കുറിച്ചിട്ട് സംസാരിച്ചു. ഒരു നല്ല ബാറ്റ്സ്മാൻ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല ബോളർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല ഫീൽഡർ ആവണമെങ്കിൽ ബേസിക് ടെക്നിക്ക് എന്തൊക്കെയാണുള്ളത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ക്രിക്കറ്റ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ക്രിക്കറ്റ് ഈസ് എ മൈൻഡ് ഗെയിം എന്നുള്ളത്, അല്ലേ? ക്രിക്കറ്റിന് നമുക്ക് പറയാന്ന് വെച്ചാൽ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. നമുക്ക് നല്ല ടെക്നിക്ക് വേണം, നമുക്ക് നല്ല മൈൻഡ് വേണം, നമുക്ക് നല്ല ഫിറ്റ്നസ് വേണം, പ്രാക്ടിക്കൽ നോളജ് വേണം, അവരെ അവയർനെസ് വേണം. ഒരുപാട് ആസ്പെക്ട്സ് കവർ ചെയ്താലാണ് നമുക്ക് നല്ല ക്രിക്കറ്റർ ആകാൻ വേണ്ടിയിട്ട് പറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എത്രയോ പ്ലേയേഴ്സിനെ കണ്ടിട്ടുണ്ട് നെറ്റ്സിൽ ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുന്ന, ഉഗ്രനായിട്ട് ബാറ്റ് ചെയ്യുന്നു, ഉഗ്രനായിട്ട് ബോൾ ചെയ്യുന്നു, കണ്ടതിന് വിചാരിക്കും നാളെ മാച്ചിൽ ഇറക്കി കഴിഞ്ഞാൽ 100 അടിക്കുന്നുള്ളത്. പക്ഷെ മാച്ചിൽ പോയിട്ട് വേണ്ട അല്ലെങ്കിൽ അവർ ടാലന്റ് വെച്ചിട്ടുള്ള പെർഫോമൻസ് നേടിയിട്ടുണ്ടാവില്ല. ചില പ്ലേയേഴ്സ് നെറ്റ്സിൽ കാണുന്ന സമയത്ത് ഓക്കെ പ്ലെയർ ആയിരിക്കും. നമ്മൾ വിചാരിക്കും ഇവനിങ്ങനെയാണ് നാളെ ലെവലിൽ പിടിച്ച് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പെർഫോം ചെയ്യുമോ അല്ലെങ്കിൽ ടീമിന് വാല്യൂ തരുമോ എന്നുള്ളത് നമുക്കൊരു മൈൻഡ് ഒരു ഡൗട്ട് തോന്നും. നേരെ മറിച്ചിട്ട് ആ പ്ലേയേഴ്സ് നമ്മൾ മാച്ചിൽ പോയിട്ട് പെർഫോം ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കുള്ള ഫിറ്റ്നസും ടെക്നിക്കും മെന്റൽ ടഫ്നെസ്സും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാകുന്ന സമയത്താണ് ഏത് ഗിവൺ സിറ്റുവേഷനിലും ഒപ്റ്റിമം പെർഫോമൻസ് എപ്പോഴും വരുന്നത്. ഓക്കെ, ഇറ്റ് ഷുഡ് കോംപ്ലിമെന്റ് ഈച്ച് അതർ. ഐ ക്യാൻ ഗിവ് യു ക്ലാസിക് എക്സാമ്പിൾ. നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ചായയിൽ എന്തൊക്കെ വേണം? ചായപ്പൊടി വേണം, പഞ്ചസാര വേണം, പാല് വേണം, ഒക്കെ വേണം, അല്ലേ? അപ്പം അതെല്ലാം കറക്റ്റ് എമൗണ്ടിൽ വീഴുന്ന സമയത്താണ് ബെസ്റ്റ് ചായ വരുന്നത്. Am I right? ചായപ്പൊടി കൂടിക്കഴിഞ്ഞാല്, പഞ്ചസാര കുറച്ച്, പാല് കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു ചായ ഇഷ്ടപ്പെടുന്നില്ല. ചായപ്പൊടി കുറച്ച് പഞ്ചസാര കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അതും ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ചായപ്പൊടിയും പഞ്ചസാരയും കുറച്ച് പാല് കുറെ കൂട്ടിക്കഴിഞ്ഞാൽ അതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. സോ ഇറ്റ് ഷുഡ് ഹാവ് എ ഈക്വൽ ബാലൻസ് ആൻഡ് ഇറ്റ് ഷുഡ് കോംപ്ലിമെന്റ് ഈച്ച് അതർ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സെഷൻ വെക്കാനുള്ള കാരണം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ടെക്നിക്ക് മാത്രം പഠിച്ച് നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ കാര്യമില്ല. ഓക്കെ, അപ്പൊ ഫീൽഡിങ് ഞാൻ കഴിഞ്ഞ സെഷനിൽ രാഹുൽ ദാസ് നല്ല ക്ലാസ് എടുത്തതിന് ശേഷം ഞാൻ 2-3 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടായി. അപ്പൊ അന്ന് നിർത്തിയെടുത്ത് വെച്ചിട്ട് തന്നെ തുടങ്ങാൻ ഞാൻ. ഇപ്പോൾ ഫീൽഡിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ ഫീൽഡിങ്ങിനെ കുറിച്ചുള്ള പെർസെപ്ഷനെ ഫുള്ളായിട്ട് അങ്ങ് മാറി. പണ്ട് 60 ഓവേഴ്സ് മാച്ച് ആയിരുന്നു, അതിനുശേഷം 50 ഓവേഴ്സ് ആയി. വൈറ്റ് ക്ലോത്തിങ്ങിലായിരുന്നു കളി, അതിനുശേഷം കളർ ക്ലോത്തിങ്ങിലേക്ക് വന്നു, ബോൾ ഡിഫറെന്റ് വന്നു. പണ്ട് 50 ഓവേഴ്സ് ഒരു 200 റൺസ് അടിച്ചു കഴിഞ്ഞാൽ ടീം സേഫാണ്, ടീം എന്തായാലും ജയിക്കും. പക്ഷെ ഇന്ന് അത് മാറി. ഇന്നിപ്പം 350-400 അടിച്ചു കഴിഞ്ഞാലും കളി ജയിക്കും നമുക്ക് ഒരിക്കലും ഉറപ്പുവരാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ അത്രത്തോളം ഗെയിമിന്റെ ഡൈനാമിക്സേ മാറിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ആസ് എ ഫീൽഡർ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് നമ്മൾ ബോളേഴ്സും ഫാസ്റ്റ് ബോളേഴ്സും എസ്പെഷ്യലി വർ സ്റ്റാൻഡിങ് ഇൻ ദ ബൗണ്ടറി ലൈൻ, ഓടിപ്പോയി കാലുകൊണ്ട് ബോള് സേവ് ചെയ്തിട്ട് അതിനുശേഷം 2 സ്റ്റെപ്പ് അങ്ങോട്ട് പോയി തിരിച്ച് 2 സ്റ്റെപ്പ് ഇങ്ങോട്ട് വന്ന് ബെൻഡ് ചെയ്ത് ബോൾ പിടിച്ചിട്ടാണ് ടാർഗറ്റിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ നമ്മളിപ്പോ ബുംറനെ നോക്കുവാണെങ്കിലും, ഷമിനെ നോക്കുവാണെങ്കിലും, ഇഷാന്ത് ശർമ്മനെ നോക്കുവാണെങ്കിലും എല്ലാവരും ഡൈവ് ചെയ്യാൻ തുടങ്ങി, സ്ലൈഡ് ചെയ്യാൻ തുടങ്ങി. ബാറ്റ്സ്മാൻമാർ 360 ഡിഗ്രി ഷോട്ട്സ് കളിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ആരെയും ഇന്നത്തെ കാലത്ത് ഹൈഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ഫീൽഡിങ് അത്രയും നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക കണ്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള പെർഫോമൻസ് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇത് ജോണ്ടി റോഡ്സിന്റെ ഒരു കോട്ട് ഇട്ടേക്കാണ്, ഫീൽഡിംഗ് ഇസ് നോട്ട് വർക്ക് വെൻ യു ആർ എൻജോയിങ് ഇറ്റ്. നമുക്ക് ഫീൽഡിങ് നമ്മൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഫീൽഡിംഗ് ഒരു ജോലി അല്ലെങ്കിൽ ഫീൽഡിംഗ് ഒരു ബേർഡൻ ആയിട്ട് ഒരിക്കലും തോന്നൂല. എത്രയോ ആൾക്കാർ നെറ്റ്സിൽ വന്ന് ബാറ്റിംഗും ബോളിങ്ങിനും മുന്നിൽ തന്നെ ഉണ്ടോ, ഞാൻ ഫസ്റ്റ് ബാറ്റ് ചെയ്യട്ടെ, ഞാൻ ഫസ്റ്റ് ബോൾ ചെയ്യട്ടെ. പക്ഷേ ഫീൽഡിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവരെ മുന്നിൽ കാണാൻ വേണ്ടി പറ്റും ഫീൽഡിംഗ് അല്ല ഞാൻ ചെയ്തോളാം. അപ്പൊ ഈ ജോണ്ടി റോഡ്സ് ഫീൽഡിങ്ങിന്റെ ഫേസ് ആയിട്ട് കാണുകയാണ് നമ്മൾ ജോണ്ടി റോഡ്സ്. ഞാൻ അഗൈൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ കാര്യമാണ്, ഒരു റവല്യൂഷണറി ചേഞ്ച് ഫീൽഡിങ്ങിൽ കൊണ്ടുവന്ന ഒരു ക്രിക്കറ്ററാണ് ജോണ്ടി റോഡ്സ്. ആ 1990s വേൾഡ് കപ്പിൽ ആ ഒരു ഫുൾ ലെങ്ത് ഡൈവിംഗ് റൺഔട്ട് തന്നെ നമുക്ക് ഇപ്പോഴും കണ്ണിൽ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അപ്പൊ അത്രയും ഒരു റവല്യൂഷണറി ചേഞ്ച് കൊണ്ടുവന്ന ജോണ്ടി റോഡ്സിന്
ക്വാർട്ടർ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും നമ്മളത് എൻജോയ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ എപ്പോഴും ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒപ്റ്റിമം പെർഫോമൻസ് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഫീൽഡിംഗ് ടുഡേ ഡിമാൻഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്നത്തെ ഗെയിമിന്റെ സിനാരിയോ കംപ്ലീറ്റ് ആയിട്ട് മാറി, ഗെയിമിന്റെ ഡൈനാമിക്സ് മാറി, അതേപോലെ തന്നെ ഫീൽഡേഴ്സിനുള്ള എക്സ്പെക്ടേഷനും അല്ലെങ്കിൽ ഡിമാൻഡും അത്ര അധികം മാറിയിരിക്കുകയാണ്. ഫിറ്റ്നസും ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ ഫിറ്റ്നസും ഫീൽഡിങ്ങും ഒരു കോയിന്റെ രണ്ട് സൈഡാണ് അല്ലെ. ഒരു നല്ല ഫീൽഡർ ആയിരിക്കും, ഒരു എക്സാമ്പിൾ നല്ല ക്യാച്ചർ ആയിരിക്കും, നേരെ മറിച്ചിട്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് സ്പ്രിന്റ് ചെയ്ത് ബോളിന്റെ അടിയിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ലെങ്കിൽ ആ ഒരു ഫീൽഡർ ഒരിക്കലും ഒരു ഹൈ ക്യാച്ച് എടുക്കാൻ വേണ്ടി പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ക്യാച്ച് റൺ ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ നമ്മൾക്ക് നല്ല ഒരു ഫീൽഡർക്ക് വേണ്ട കാര്യങ്ങൾ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. നല്ല സേഫ് പെയർ ഓഫ് ഹാൻഡ്സും വേണം, നല്ല പവർഫുൾ ത്രോയിങ് ആംസും വേണം, ഒരുപാട് ക്വാളിറ്റീസ് വേണം. അപ്പൊ ഫിറ്റ്നസും ഫീൽഡിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഒരു ഫീൽഡറിന് ഇന്നത്തെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാമിന ഓഫ് എൻ അത്ലറ്റ്, ഒരു അത്ലറ്റിന്റെ സ്റ്റാമിന. നമ്മൾ അതിനും ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു 5 ഡേ മാച്ച്, ഒരു 4 ഡേ മാച്ച് രഞ്ജി ട്രോഫി കളിക്കുകയാണ്. നമ്മളെ ടീം ഒരു ഓൾ ഡേ ബാറ്റ് ചെയ്ത് 90 ഓവേഴ്സ് ബാറ്റ് ചെയ്ത്, അപ്പൊ 90 ഓവേഴ്സിൽ ആസ് എ ബാറ്റ്സ്മാൻ, ആസ് എ ഓപ്പണർ നിങ്ങളെ കുറിച്ച് തന്നെ ഇതിലുള്ള ബാറ്റ്സ്മാൻമാർ ചിന്തിച്ചു നോക്കുവാണെങ്കിൽ, നിങ്ങൾ കളിച്ചേക്കുന്ന 50 ഓവേഴ്സ് മാച്ച് എടുത്ത് നോക്കുവാണെങ്കിൽ ഈ 300 ബോളിൽ ആസ് എ ഓപ്പണർ അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ എത്ര ബോൾ നിങ്ങൾ ബാറ്റ് ചെയ്തിട്ടുണ്ട്? നല്ല ഫോമിൽ നിൽക്കുന്ന സമയത്ത് 100 ബോൾ 150 ബോൾ ബാറ്റ് ചെയ്തിട്ടുണ്ടോ? അത്രയും നല്ല ഫോമിൽ നിൽക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ ഒരു ആവറേജ് എടുക്കുവാണെങ്കിൽ ഒരു 50 to 80 ബോൾസ് എന്തായാലും ബാറ്റ് ചെയ്തിട്ടുണ്ടോ? നേരെ മറിച്ച് നമ്മുടെ ടീം ബോൾ ചെയ്യുകയാണെങ്കിൽ ഒരു 50 ഓവേഴ്സ് നമ്മുടെ ടീം ബോൾ ചെയ്യുകയാണെങ്കിൽ ഈ ലെവലിൽ കളിക്കുന്ന എല്ലാവരും 300 ബോളും ഫീൽഡ് ചെയ്യണം. അപ്പൊ 300 ബോളും ഫീൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള എന്താ പറയുക ഫിറ്റ്നസ് ആട്രിബ്യൂട്ട്സ് എല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് 300 ബോളും ഫീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എൻഡ്യൂറൻസും സ്ട്രെങ്ത്തും കാര്യങ്ങളും എല്ലാം വേണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു ഫീൽഡിങ്ങിന് ഒരു ഫീൽഡറിന് ഡിമാൻഡ് ചെയ്യുന്ന നല്ല സ്റ്റാമിന ഓഫ് എൻ അത്ലറ്റ്, ഫ്ലെക്സിബിലിറ്റി ഓഫ് എ ജിംനാസ്റ്റ്. ഫ്ലെക്സിബിലിറ്റി ഓഫ് എ ജിംനാസ്റ്റ് കേൾക്കുന്ന സമയത്ത് നമ്മളിപ്പോ T20 ഒരുപാട് ഹാഫ് ചാൻസസ് കൺവേർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഒരുപാട് ഹാഫ് ചാൻസസ്. അപ്പൊ അതൊക്കെ തന്നെ എന്തുകൊണ്ട് സാധിക്കുന്നു? 1 സ്കിൽ പ്രാക്ടീസ്, 2 ഫിറ്റ്നസ്, 3 പ്രസൻസ് ഓഫ് മൈൻഡ്. അപ്പൊ ഒരു സ്കില്ല് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ഇതൊക്കെ. സഞ്ജുവിന്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യക്ക് വേണ്ടി കളിച്ച സമയത്തും IPL-ലും കേരള ടീമിന് വേണ്ടിയിട്ട് ഒരുപാട് ബ്രില്യൻ ക്യാച്ചസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ജിംനാസ്റ്റിക്സ് അയച്ചു തന്നെ ചിലപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ട് കളിച്ചുകൂടായി കഴിഞ്ഞില്ല എന്നുള്ളത്. അത്രയും വളഞ്ഞിട്ടും ഡൈവ് ചെയ്തിട്ടും ഇതാക്കിയിട്ടുള്ള എടുക്കുന്ന ക്യാച്ചസ് ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് എ ജാവലിംഗ് ത്രോ. സ്ട്രെങ്ത് ഓഫ് എ ജാവലിംഗ് ത്രോ എന്ന് ഉദ്ദേശിക്കുന്നത് നാളെ പോയിട്ട് ജാവലിംഗ് ത്രോ എറിയാന്നുള്ളതല്ല. നീഡ് ടു ഹാവ് എ ഗുഡ് പവർഫുൾ ത്രോയിങ് ആംസ്. റണ്ണില്ലാത്തടത്ത് റൺ ഓടാൻ വേണ്ടി നമ്മൾ സമ്മതിക്കാൻ വേണ്ടി പാടില്ല. ഒന്നുള്ളിടത്ത് 2 കൊടുക്കാൻ വേണ്ടി നമ്മൾ സമ്മതിക്കാൻ വേണ്ടി പാടില്ല. ചിലപ്പോൾ നമ്മൾ ബോളിന്റെ അടുത്ത് പോയി ബോൾ ഫീൽഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ത്രോ വീക്ക് ആണെങ്കിൽ ചിലപ്പോൾ ഒന്നുള്ളിടത്ത് 2 കൊടുക്കും. ആ കൊടുക്കുന്ന ഒരു റണ്ണായിരിക്കും ചിലപ്പം ജയിക്കുന്ന ടീമും തോക്കുന്ന ടീമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മൈൻഡ് ഓഫ് എ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. അഗെയിൻ പറയാണ്, നാളെ പോയിട്ട് വിശ്വനാഥ് ആനന്ദുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല മൈൻഡ് ഓഫ് എ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞേക്കുന്നത്. അത് കോട്ടയൊക്കെയുള്ള അവർ ഫ്രേസ് ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു മൈൻഡ് ഉണ്ടാവാനുള്ള ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മൈൻഡ് ഓഫ് എ ചെസ് ഗ്രാൻഡ് മാസ്റ്ററിന് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ വരുന്ന സ്ലൈഡ്സിൽ ഇതിനെ കുറിച്ചൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. ഗ്രേറ്റ് ഫീൽഡേഴ്സ് നീഡ്. നേരത്തെ ഇതിന് മുന്നേ കണ്ട സ്ലൈഡിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് അത്ലറ്റിസം. അത്ലറ്റിസം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാളിറ്റീസ്, ക്വിക്ക് റിഫ്ലക്സ്. ഫീൽഡിംഗ് ഇസ് ഓൾ അബൌട്ട് റിയാക്ഷൻ. ബോളിംഗ് ആണ് ആക്ഷൻ നടക്കുന്നത്, ബോളർ ബോൾ ചെയ്യുന്നു, അതിനനുസരിച്ച് ബാറ്റ്സ്മാൻ റിയാക്ട് ചെയ്യുന്നു, ബാറ്റ്സ്മാൻ അടിക്കുന്നതിനനുസരിച്ച് ഫീൽഡർ റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നല്ല ക്വിക്ക് റിഫ്ലക്സ് വേണം. അഗെയിൻ ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് കംസ് അണ്ടർ ഫിറ്റ്നസ് ടീം. നല്ല ഫിറ്റായി ബേസിക് ക്വാളിറ്റീസ് എല്ലാം ഡെവലപ്പ് ചെയ്തതിന് ഡെഫിനറ്റ്ലി അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഫീൽഡിങ്ങിലും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആന്റിസിപ്പേറ്ററി സെൻസ്, ഓരോ ബോളും നമ്മളിൽ വരുന്നതിനുള്ള രീതിയിൽ ആന്റിസിപ്പേറ്റ് ചെയ്ത് നിന്നാലാണ് നമ്മളെ ബെസ്റ്റ് എപ്പോഴും പുറത്തു കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഐ ആൻഡ് കോർഡിനേഷൻ. നല്ലൊരു ക്രിക്കറ്റർ, നല്ലൊരു ബാറ്റ്സ്മാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നല്ലൊരു ക്ലോസിൽ ഫീൽഡ് ചെയ്യുന്ന ഫീൽഡേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് നല്ല ഐ ആൻഡ് കോർഡിനേഷൻ ഉണ്ടാവും. എന്ന് വെച്ചാല് ഒരു ബോളറെ കയ്യിൽ നിന്ന് ബോൾ റിലീസ് ചെയ്ത് ബാറ്റ്സ്മാന്റെ ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും വളരെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്സ് മാത്രമാണ് പിന്നെ അതിനുള്ള റിയാക്ഷൻ ടൈം ഉള്ളൂ. ബാറ്റ്സ്മാൻ ഒരു ബോൾ എഡ്ജ് ചെയ്ത് സ്ലിപ്പിലോ അല്ലെങ്കിൽ കീപ്പർക്കോ അല്ലെങ്കിൽ സില്ലി പോയിന്റോ ഷോട്ടിലൊക്കെ വരുവാണെങ്കിൽ 0.2 0.3 സെക്കൻഡ്സിലാണ് ഫാസ്റ്റ് ബോളർക്ക് സ്ലിപ്പിൽ വരുന്ന സമയത്തുള്ള റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ കൈയും കണ്ണും തമ്മിലുള്ള കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എ ഗ്രേറ്റ് മൈൻഡ്.
ഗ്രേറ്റ് മൈൻഡിനെ കുറിച്ച് ഞാൻ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ ഓഫ് ഗ്രേറ്റ് ഫീൽഡിങ്. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങൾ കുറച്ചുപേരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ കഴിഞ്ഞ ടെസ്റ്റിന്റെ ഇടയിൽ ബെൻ സ്റ്റോക്സ് പിന്നെ ഒരു ഫീൽഡ് ചെയ്യുന്ന വീഡിയോ ആണിത്. ബെൻ സ്റ്റോക്സ് ഫുൾ റണ്ണപ്പിൽ വന്ന് ഫുൾ എഫേർട്ട് ബോൾ ചെയ്തു. ഓക്കെ, ഫുള്ള് ബോൾ ചെയ്തതിന് ശേഷം മിഡ് ഓഫ് ഇല്ലാണ്ടാണ് ബോൾ ചെയ്തത്. അപ്പൊ ആ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. Oh, I have to say, that is a brilliant effort from Stokes. He's slid in. Has he actually taken the boundary or not? I've never seen the bowler turn. ഞാൻ മുന്നേ രണ്ട് സ്ലൈഡിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉണ്ട്. മാച്ചിന്റെ ഇന്റൻസിറ്റി, അല്ലെങ്കിൽ ഒരു ഫീൽഡർ എടുത്തുള്ള ഡിമാൻഡ്, ഒരു ക്രിക്കറ്റർ എടുക്കുന്ന ഒരു ഫീൽഡർ എന്ന നിലയിൽ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബ്രില്യന്റ് പിന്നെ വീഡിയോ ആണിത്. മിഡ് ഓഫ് ഇല്ലാണ്ടാണ് ബെൻ സ്റ്റോക്സ് ബോൾ ചെയ്യുന്നത്. ഓക്കെ, ഫുൾ റണ്ണപ്പ് ഒന്ന് ഫുൾ ഔട്ട് ബോൾ ചെയ്യാണ്. മിഡ് ഓഫ് ഇല്ലാതെ ബോൾ ചെയ്യുന്നുള്ളത് ബാക്ക് ഓഫ് ദ മൈൻഡിലുണ്ട്. ഫോളോ ത്രൂയിൽ മനസ്സിലാക്കി ബോൾ ലോങ് ഓഫിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തന്നെ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ ഈ സ്പ്രിന്റ് ബാക്ക് ഓൾമോസ്റ്റ് 60 മീറ്റേഴ്സ് സ്പ്രിന്റ് ചെയ്ത് അതിനുശേഷം സ്ലൈഡ് ചെയ്ത് ബൗണ്ടറി സേവ് ചെയ്തിരിക്കുകയാണ്. അവിടെ സേവ് ചെയ്തിട്ട് ജസ്റ്റ് ബൗണ്ടറി ലൈനിന്റെ വെളിയിൽ പോയി റിലാക്സിങ് ടൈമിൽ അഗൈൻ ഈ കെയിം ബാക്ക് ടു പിക്ക് ദ ബോൾ ആൻഡ് ത്രോ ടു ദ ടാർഗറ്റ്. സോ ഇറ്റ്സ് എൻ അമേസിംഗ് എമൗണ്ട് ഓഫ് സ്കില്ല് വേണം, എക്സ്ട്രാordinary സ്കില്ല് വേണം, എക്സ്ട്രാordinary ഫിറ്റ്നസ് വേണം, അതേപോലെ തന്നെ നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് വേണം, നല്ല പവർഫുൾ ത്രോയിങ് ആംസ് വേണം. അപ്പൊ ഇതെല്ലാം ക്ലബ് ചെയ്ത് ഈ ഒരു വീഡിയോ തന്നെ പിക്ചർ പെയിന്റ്സ് 1000 വേർഡ്സ് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സിമ്പിൾ 50 സെക്കൻഡ് 40 സെക്കൻഡ്സ് വീഡിയോ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. റൈറ്റ്, now we'll go to psychology of great fielding. Great fielding sides can turn matches around. Always there's the same catches win matches. Catches കളി ജയിപ്പിക്കുന്നുള്ള സെയിങ് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പം നല്ല രീതിയിൽ ഓപ്പോസിറ്റ് ടീം ഒരു നല്ല പാർട്ട്ണർഷിപ്പ് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് ഒരു ഹാഫ് ചാൻസസ് കൺവേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു നല്ലൊരു ക്യാച്ച് എടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ റൺ ഔട്ട് ചെയ്യുന്നതിലൂടെയോ ആയിരിക്കും ചിലപ്പോൾ ആ മാച്ചിന്റെ എൻറ്റയർ സിനാരിയോ തന്നെ മാറാൻ വേണ്ടിയിട്ട്. സോ ബേസിക്കലി ഫീൽഡിംഗ് ക്യാൻ ചേഞ്ച് ദ ഗെയിം, നോട്ട് ഓൺലി ബാറ്റിംഗ് ആൻഡ് ബോളിംഗ് ഓൾ ദ ടൈം. വെറും ബാറ്റിംഗ് കൊണ്ടും ബോളിംഗ് കൊണ്ടും മാത്രമല്ല ഒരു ടീം ജയിക്കുന്നത്. ഒരു ഫീൽഡർക്ക്, ഒരു ഫീൽഡിംഗ് യൂണിറ്റ് വിചാരിച്ചതിനെ തന്നെ മാച്ചിന്റെ റിസൾട്ട് തന്നെ ഏത് സൈഡിലേക്കും മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ക്യാൻ മേക്ക് എൻ ഓർഡിനറി ബോളിംഗ് അറ്റാക്ക് ലുക്ക് മെനാസിംഗ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാച്ചസും നമ്മളെ ബോളേഴ്സ് നല്ല രീതിയിൽ തന്നെ എറിയണമെന്നില്ല. നമ്മൾ എത്രയോ സമയത്ത് കണ്ടു, ചിലപ്പം ഫുൾ ടോസ് ബോളിലായിരിക്കും നല്ല ക്യാച്ച് എടുക്കുന്നുണ്ട്, ഒരു വിക്കറ്റ് എടുക്കുന്നുണ്ട്. അതിന് ചിലപ്പം ഇല്ലാത്ത റണ്ണിന് ഓടിയിട്ടായിരിക്കും ചിലപ്പം ബാറ്റ്സ്മാൻ ഔട്ട് ആകുന്നുണ്ട്. അതിന് ചിലപ്പം മോശമായിട്ട് നമ്മുടെ ബോളേഴ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നമ്മുടെ ബോളേഴ്സിന് മോശം ദിവസമുള്ള സമയത്താണ് ഫീൽഡേഴ്സ് കുറച്ചും കൂടെ ഒന്ന് അപ്പറടിച്ച് കാണിച്ചുകൊണ്ടിരിക്കേണ്ടത്. മോശം ബോൾ വരികയാണ്, പക്ഷെ ഡൈവ് ചെയ്ത് റൺസ് സേവ് ചെയ്യാണ്, ഒരു ബ്രില്യൻ ക്യാച്ച് എടുക്കുകയാണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി റൺഔട്ട് എടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ ഓർഡിനറി ബോളിംഗ് പോലും വെളിയിൽ നിന്ന് നോക്കിക്കാണുന്ന ആൾക്കാർക്ക് കുറച്ചൊരു ത്രട്ടണിങ് ബോളിംഗ് ആയിട്ട് പിന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതെല്ലാം എന്തുകൊണ്ടാണ്? ഫീൽഡേഴ്സ് എക്സ്ട്രാ ഓർഡിനറി ചെയ്യുന്നതിന്റെ റിഫ്ലക്ഷൻ ആണ് അവിടെ ബോളിങ്ങിലും കാണുന്നത്. എഗെയിൻ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ബോളേഴ്സ് നല്ല രീതിയിൽ ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫീൽഡേഴ്സ് ക്യാച്ച് എടുക്കുന്നില്ല, അല്ലെങ്കിൽ മിസ്ഫീൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ യൂസ് ഉള്ളതിനെ കൊണ്ട്? ഒരു യൂസും ഇല്ല. അപ്പൊ നല്ല രീതിയിൽ ബോളിംഗ് ചെയ്യണം, അതിനനുസരിച്ച് ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫീൽഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ ഡിസൈർഡ് റിസൾട്ട് എപ്പോഴും നമുക്ക് കിട്ടാൻ വേണ്ടി സാധിക്കുക. ഇൻഫാക്ട് കോളിൻ ബ്രാൻഡ് പുട്സ് ഇറ്റ് ഗ്രേറ്റ് ഫീൽഡേഴ്സ് ആർ പാർട്ട് ഓഫ് അറ്റാക്ക്. അഗെയിൻ ഇറ്റ് കംസ് എ മെന്റൽ തിങ്. കുറെ വർഷങ്ങൾ മുന്നേ ഒക്കെ കോച്ചിങ് സമയം ഇപ്പൊ ഫീൽഡേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് ഒരുപാട് മാറി. പിന്നെ ചില ഫീൽഡേഴ്സ് ഉണ്ട്, നമ്മളെ ഫിലിമിൽ മുകേഷ് ഒക്കെ ഓടുന്ന പോലെ ഹൈ ക്യാച്ചസ് ഒന്ന് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഓടിയിട്ട് എത്തൂല. ഇങ്ങനെ വലിച്ചു ഓടുന്ന പോലെ ആക്ഷനൊക്കെ കാണിക്കുന്നു, പക്ഷെ ഓടിയിട്ട് എത്തൂല. അവര് ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറ്റംപ്റ്റ് ചെയ്തില്ല, എന്റെ കയ്യിൽ എത്താത്ത ക്യാച്ചാന്നുള്ള ഒരു ഇംപ്രഷൻ കൊടുക്കാന്നുള്ളത്. അപ്പൊ അതെന്താണ്? സേഫ് ഫീൽഡേഴ്സ് ആണ്. ചില ഫീൽഡേഴ്സ് നല്ല ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. നല്ല ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ചാൻസിന് വേണ്ടിയിട്ട് സ്പ്രിന്റ് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്യും. അറ്റംപ്റ്റ് ചെയ്ത് ക്യാച്ച് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അറ്റംപ്റ്റ് തന്നെ ഹാഫ് സക്സസ് ആണ് കാണിക്കുന്നത്. അവർ അറ്റംപ്റ്റ് ചെയ്യും. അപ്പൊ അവർ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ റൈറ്റ് ആറ്റിറ്റ്യൂഡ് കാണിക്കാതെ തന്നെ പകുതി സക്സസ് ആണ്. Next with deliberate practice, it will get better and better only. Okay, അപ്പം നല്ല ഫീൽഡേഴ്സ് എപ്പോഴും നല്ല റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരും കൂടിയായിരിക്കണം. അപ്പോഴാണ് അഗെയിൻ സ്കില്ല് ബെസ്റ്റ് ഓഫ് ദ പൊട്ടൻഷ്യലിൽ നമുക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റാൻ.
Extra pressure put on the batsman by good ground fielding can force batsman to play false strokes. നമ്മൾ നല്ല രീതിയിൽ ഫീൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിലൂടെ നല്ല രീതിയിൽ ഫീൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എഗെയിൻ ബാറ്റ്സ്മാന്റെ ഫീൽഡറെ തിങ്കിങ് കപ്പാസിറ്റി കൂടിയാണ് അവിടെ കാണിക്കുന്നത്. ബാറ്റ്സ്മാൻ എന്താണ് ചെയ്യാൻ വേണ്ടിയത്, സിംഗിൾ സ്റ്റീൽ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്, അല്ലെങ്കിൽ ബാറ്റ്സ്മാന്റെ ഇന്റൻഷൻ എന്താണ്, വലിച്ചടിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടും ബാക്കോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിലൂടെയാണ് റൺ സേവിങ് അവിടെ നടക്കുന്നത്. അങ്ങനെ എന്താ പറയാ, റൺസ് കൊടുക്കാണ്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബാറ്റ്സ്മാനിക്ക് ഡോട്ട് ബോൾസ് കൂടുന്നതിലൂടെ പ്രഷർ ബിൽഡ് ചെയ്യുന്നതിലൂടെ ബാറ്റ്സ്മാൻ മോശം സ്ട്രോക്സ് കളിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അവിടെയാണ് നമ്മളൊരു ബോളറെയും നമ്മുടെ ടീമിനെയും വിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. Okay, now let's move to next slide. The mental aspects of fielding. നമ്മളെ ഗെയിമിലെ മെന്റൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത സ്ലൈഡിൽ. Number 1, concentrating for longer periods. Number 2, cricket smartness, motivation to keep trying and dealing with errors. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് കൊടുത്തേക്കുന്ന മെന്റൽ ആസ്പെക്ട്സ് ഫീൽഡിങ്ങിൻ്റെത്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. കോൺസെൻട്രേഷൻ, എനിക്ക് തോന്നുന്നു ക്രിക്കറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ഉള്ള ഗെയിം. ടെസ്റ്റ് മാച്ചസ് 5 days ആണ്, രഞ്ജി ട്രോഫി, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽസ് 5 days ആണ്. എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിലുള്ള മിക്കവരും നാളെ രഞ്ജി ട്രോഫി കളിക്കണം അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ 5 ദിവസം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം 6 മണിക്കൂറാണ് ഗെയിം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഫസ്റ്റത്തെ സെഷൻ 2.5 മണിക്കൂറുണ്ട്, രണ്ടാമത്തെ സെഷൻ 2 മണിക്കൂറുണ്ട്, മൂന്നാമത്തെ സെഷൻ 1.5 മണിക്കൂറുണ്ട്. അപ്പൊ ഒരു ദിവസം 6 മണിക്കൂർ കളി നടക്കുന്നതിൽ നമ്മളെ കോൺസെൻട്രേഷൻ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ, ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. എത്രയോ പ്ലേയേഴ്സിനെ കണ്ടിട്ടുണ്ട്, ബാറ്റ്സ്മാൻ അയക്കാനും ശരി, ബോളേഴ്സ് അയക്കാനും ശരി, ഫീൽഡേഴ്സ് അയക്കാനും ശരി, അമേസിങ് സ്കിൽ ഉണ്ട്. പക്ഷെ ഈ കോൺസെൻട്രേഷൻ സ്മാർട്ടായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പൊ ഉഗ്രൻ സ്റ്റാർട്ട് ടു ഗുഡ് ഫ്ലൈങ് 20-30 റൺസ്, കോൺസെൻട്രേഷൻ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റാണ്ട് ഔട്ടായി വരും. ചില ബോളേഴ്സ് ബ്രില്യൻ്റ് ആയിട്ട് ഒരു ഓവറിൽ 4 ബോൾ എറിയും. 5th and 6th കോൺസെൻട്രേഷൻ അഗെയിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റാണ്ട് മോശം 5-6 ഡെലിവറീസ് എറിയുന്നുണ്ടോ, അല്ലെങ്കിൽ നല്ലൊരു സ്പെല്ല് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 or 3 overs അമേസിംഗ് ആയിട്ട് എറിയും. അതിനുശേഷം അഗെയിൻ കോൺസെൻട്രേഷൻ ഡ്രോപ്പ് ആകുമ്പോൾ ബ്രില്യൻറ്റ് ഫീൽഡേഴ്സ് ഉണ്ടാവും, അഗെയിൻ കോൺസെൻട്രേഷൻ ലാക്കിംഗ് കൊണ്ട് കറക്റ്റ് ആയിട്ട് വേണ്ട സമയത്ത് ടീമിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, കോൺസെൻട്രേഷൻ എങ്ങനെ സ്മാർട്ടായിട്ട് മാനേജ് ചെയ്യാന്നുള്ളത് നമ്മൾ എപ്പോഴും പഠിക്കേണ്ട കാര്യമാണ്. ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് ടൈം. There are some exercises, there are some methods, there are some techniques which will help you to concentrate for a longer period of time with the split seconds. സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് കോൺസെൻട്രേഷൻ ലോങ്ങർ പീരീഡിൽ ഇതാക്കാന്നുള്ളത് നമ്മൾ പറയും. Is it impossible to concentrate deeply for longer periods? That's a fact and we need to accept it. Okay, you must have breaks, otherwise you will get tired and make silly mistakes. കോൺസെൻട്രേഷൻ എപ്പം നമ്മൾ ഓൺ ആക്കണം, എപ്പം നമ്മൾ ഡൗൺ ആക്കണം, എപ്പം നമ്മൾ ഓഫ് ആക്കണം, ഇതിനെ കുറിച്ചിട്ടുള്ളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള വ്യക്തത വേണം. ഈ വ്യക്തതയുള്ള ബാറ്റ്സ്മാൻമാരാണ് ലോങ്ങർ ഇന്നിങ്സ് കളിക്കുന്നത്. ഈ വ്യക്തതയുള്ള ബോളേഴ്സ് ആണ് നല്ല സ്പിൽ എറിയുന്നത്. ഈ വ്യക്തതയുള്ള ഫീൽഡേഴ്സ് ആണ് സ്മാർട്ടായിട്ട് ത്രൂ ഔട്ട് ദ ഗെയിം, വെദർ ഇറ്റ്സ് 50 overs, 20 overs or longer version, ത്രൂ ഔട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. മെന്റൽ ഫെറ്റിഗ് ഇസ് ദ എനിമി ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ഗുഡ് പെർഫോമൻസ്. നമുക്ക് ഫിസിക്കൽ ഫെറ്റിഗ് വരാം. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ലോങ് വേർഷൻ കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ T20ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റൻസിറ്റിയിൽ നമ്മൾ ഫിറ്റ് അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ലോങ്ങർ ഇന്നിങ്സ് കളിക്കാനുള്ളതോ അല്ലെങ്കിൽ 50 overs ഫീൽഡ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ 5 days ഫീൽഡ് ചെയ്യാനുള്ളത് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ പെർഫോമൻസ് താഴെ വരും. ഓക്കെ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെന്റൽ ഫെറ്റിഗ്. കുറച്ച് കളിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ ഡ്രോപ്പ് ആവുന്നത്. അപ്പം ഈ സ്മാർട്ടായിട്ട് കോൺസെൻട്രേഷൻ മാനേജ് ചെയ്തതിലാണ് നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് വരുന്നത്. ഇത് നമ്മുടെ സർ ഗാരി സോബേഴ്സ്, വെസ്റ്റ് ഇൻഡീസിന്റെ ലെജൻഡറി ബാറ്റ്സ്മാന്റെ ഒരു കോട്ടാണ്. കോൺസെൻട്രേഷൻ ഇസ് ലൈക്ക് എ ഷവർ, യു ഡോണ്ട് ടേൺ ഇറ്റ് ഓൺ അൺടിൽ യു വാണ്ട് ടു ടേക്ക് ബാത്ത്. ദാറ്റ് വാസ് ക്രിക്കറ്റ് ഫോർ മീ. ഇത് പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വീട്ടിലെ ഷവർ ഉണ്ട്, ഷവറിന്റെ അടിയിൽ നിന്നിട്ടാണ് നമ്മൾ കുളിക്കുന്നത്. നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് ഷവർ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കണം എന്ന് തോന്നി ഷവറിന്റെ അടിയിൽ നിൽക്കുന്ന സമയത്ത് ഷവറിൽ വെള്ളം കാണില്ല. ഈ സിമ്പിൾ 2-line കോഡ് സേസ് ബ്രില്യൻറ്റ് തിങ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 വരി കോട്ടാണ്, ബട്ട് ഇറ്റ് ഗിവ്സ് വോളിയം മെസ്സേജ് തരാണ്. ഇപ്പൊ കോൺസെൻട്രേഷൻ നമ്മൾ ആവശ്യമുള്ള സമയത്താണ് നമ്മൾ
ഫിയേഴ്സ് ആയിട്ട് കോൺസെൻട്രേഷനിലേക്ക് പോകേണ്ട, അല്ലാത്ത സമയത്ത് ബോളർ ടോപ്പ് ഓഫ് ദ റണ്ണപ്പ് ഉള്ള സമയത്ത് നമ്മൾ ഫിയേഴ്സ് ഫോക്കസിലേക്ക് വരുന്ന സമയത്ത് ബോളർ ബാക്ക് ഫുഡ് ലാൻഡ് ചെയ്ത് റിലീസ് പോയിന്റ് ആകുന്ന സമയത്ത് നമ്മളെ കോൺസെൻട്രേഷൻ ഡിപ്പ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് ബോളാ വരുന്നതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള കിട്ടൂല, ബെസ്റ്റ് പെർഫോമൻസ് ഒരിക്കലും സംഭവിക്കുകയും ചെയ്തില്ല. ഓക്കെ, സോ കോൺസെൻട്രേഷൻ ഫോർ ക്രിക്കറ്റ്, you do not need to concentrate continuously on the field. It leads to mental fatigue. 3 levels of focus in cricket: switch up, switch down and switch off. ഈ 3 രീതിയിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ ക്രിക്കറ്റിൽ മാനേജ് ചെയ്യുന്നത്. നമ്മൾ എപ്പം സ്വിച്ച് അപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കണം, എപ്പം സ്വിച്ച് ഡൗൺ ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കണം, അതുപോലെ തന്നെ എപ്പം സ്വിച്ച് ഓഫ് ചെയ്യുന്നത് നമ്മൾ പഠിക്കണം. ഈ ഒരു സീക്വൻസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ചെയിൻ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് വേർഷൻസ് കളിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാട്ട് എവർ ദ ഗെയിം സിനാരിയോ, നമുക്ക് കോൺസെൻട്രേഷൻ ഡ്രോപ്പ് ആവാനുള്ള പെർസെൻറ്റേജ് വളരെ കുറവാണ്. Switch up or find focus, time from bowlers commencing run up to release of ball 3 to 6 seconds. Focus on bowlers running in or batsman at crease. Watch for cues to remember to switch up before the deliveries. Players use triggers. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ സ്ലൈഡിൽ, കോൺസെൻട്രേഷൻ നമ്മൾ 3 ഫേസിലാക്കിയിട്ട് വെക്കുകയാണ്. ഒന്ന് സ്വിച്ച് അപ്പ്, 2 സ്വിച്ച് ഡൗൺ, അതേപോലെ തന്നെ സ്വിച്ച് ഓഫ്. ഈ സ്വിച്ച് അപ്പ് അല്ലെങ്കിൽ ഫൈൻ ഫോക്കസ് എപ്പം ചെയ്യണം എന്നുള്ളത്, ബോളർ റിലീസ് പോയിന്റിൽ നിന്ന് ബാറ്റ്സ്മാന്റെ അടുത്തേക്ക് ബോൾ എത്തുന്നവരെ അവിടെയാണ് നമ്മളെ കോൺസെൻട്രേഷൻ ഉന്നതിയിലേക്ക് എത്തേണ്ടത്. നമ്മുടെ ഫിയേഴ്സ് ഫോക്കസ്, മാക്സ് ഫോക്കസ് അവിടെയാണ് കിടക്കേണ്ടത്. അപ്പൊ അത് ആകെ ഇവിടെ കൊടുത്തേക്കുന്നത് 3 to 6 seconds ആണ്. ചിലപ്പോൾ അത്രയും എടുക്കൂല, അതിലും കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളെ കോൺസെൻട്രേഷൻ മുകളിലോട്ടേക്ക് എത്തണം. ആ സമയത്ത് ഇപ്പം സ്ലിപ്പ്, തേർഡ് സ്ലിപ്പ്, ഗള്ളി, ഈ ഫീൽഡേഴ്സ് ഒക്കെ ആണെങ്കിൽ ബോളർ റണ്ണപ്പ് മുതലേ വാച്ച് ചെയ്യുന്നുണ്ടാവും, എന്നിട്ട് കൈ മുതലേ ട്രാക്ക് ബോളിന്റെ പാത്ത് ട്രാക്ക് ചെയ്തതിനു ശേഷം ബാറ്റിലേക്ക് വാച്ച് ചെയ്യും. ഓക്കെ, ഇപ്പൊ കവർ ഫീൽഡർ, മിഡ് ഓഫ് ഫീൽഡർ, ഇവരൊക്കെ ബാറ്റ്സ്മാനെ മാത്രമായിരിക്കും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, ബാറ്റ് മാത്രമായിരിക്കും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ സമയത്ത് നമ്മൾ തന്നെ നമുക്ക് ഫിസിക്കലി മെന്റലി അലേർട്ട്നെസ് കൊടുക്കാൻ വേണ്ടി ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഒരുപാട് ട്രിഗർ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ചെയ്യുന്ന കാര്യം. ചില ബാറ്റ്സ്മാൻമാർ നമ്മൾ നൗ എന്ന് പറഞ്ഞ ബോളിന് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യുന്ന പോലെ തന്നെ ഫീൽഡേഴ്സും നൗ, ദിസ് ഇസ് ദ ടൈം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വാട്ട് എവർ, യെസ് നൗ ഫോക്കസ് എന്തെങ്കിലും പറഞ്ഞ അവര് ബോഡിനെയും മൈൻഡിനെയും അലേർട്ട് ആണ്, ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ഫോക്കസ്. മനസ്സിലാവും. ചില ആൾക്കാർ ആക്ഷൻസ് എന്തെങ്കിലും ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും നിങ്ങൾ അറിയാണ്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെന്താന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെ കോച്ചിനോ കൂടെയുള്ള കൊളീഗ്സ്, പ്ലേയേഴ്സിനോ നിങ്ങൾ ഇതാണ് ഓരോ ബോളിന്റെ ഇടയിലും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, now switch up fierce focus, fine focus any fierce focus ആണ്. fierce focus എന്ന് പറയുന്ന കാര്യം ബോൾ റിലീസ് 1 to 2 seconds ഫോക്കസ് ഓൺ ദ ബോൾ. ഞാൻ നേരത്തെ സംസാരിച്ച പോയിന്റിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ്. വളരെ അവര് 3 to 6 ശേഷം 1 to 2 വരാണ്. ഈ സമയത്ത് നമ്മുടെ മാക്സ് ഫോക്കസിലേക്ക് വരണം. ബോളിൽ മാത്രം നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കാം. ബാക്കി നമ്മളെ അറ്റൻഷൻ വെളിയിൽ, നമ്മൾ സാധാരണ ഗ്രൗണ്ട് നമ്മൾ നോക്കും, എന്താ പറയാ, ഗ്യാപ്പ് നോക്കും, ഈ കാര്യങ്ങൾ നോക്കും. അതിന് ശേഷം നമ്മുടെ ഫോക്കസ് ഫിയേഴ്സിലേക്ക് വരികയാണ്. ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് നമ്മുടെ ഫോക്കസ് ബോളിൽ മാത്രമായിരിക്കും. Switch down, awareness, time between balls when the ball is dead. About 90% of the time in cricket, switch down and relax, but update your knowledge of the surroundings and make sure you use your routine. നമ്മളുള്ള ഗെയിം ഇപ്പൊ നമ്മളിപ്പോ ഹോക്കി ആയിട്ടോ അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ ആയിട്ടോ അല്ലെങ്കിൽ ഫുട്ബോൾ ആയിട്ടോ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗെയിം എപ്പോഴും ലൈവാണ്. അപ്പൊ നമ്മളെ ഗെയിം വി ആർ ഇൻ ടു ക്രിക്കറ്റ്. ഒരു ബോൾ ചെയ്ത് ആ ഒരു ടൈമും ഒരു ബോളർ ബോൾ ചെയ്ത് അടുത്ത ബോൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ടൈമും, അതായത് 2 ഡെലിവറീസിന്റെ ഇടയിലുള്ള ടൈമാണ് ഒരു ബോൾ റിലീസ് ചെയ്ത് ബാറ്റ്സ്മാന്റെ അടുത്ത് എത്തുന്ന ടൈമിനെക്കാട്ടി കൂടുതൽ. അപ്പൊ അതുകൊണ്ടാണ് അബൌട്ട് 90% ഓഫ് ദ ടൈം ഇൻ ക്രിക്കറ്റ് ബോൾ ഡെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയായിരുന്നു നമ്മളെ കോൺസെൻട്രേഷൻ മാനേജ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആ ഒരു ഫേസിലാണ് നമ്മളെ കോൺസെൻട്രേഷൻ ലാക്കാനുള്ള ചാൻസസ് കൂടുതൽ. നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തയിലേക്ക് പോകും. ചിലപ്പം 11:30 മണി 12 മണിക്ക് ലഞ്ച് ആണെങ്കിൽ ഉച്ചക്ക് എന്തായിരിക്കും ലഞ്ച്, അല്ലെങ്കിൽ നോർമൽ പ്രാക്ടീസ് മാച്ച് കളിക്കുകയാണ്, വൈകുന്നേരം ആവാനായി ആ വൈകുന്നേരം വീട്ടിൽ പോയിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ രീതിയിലേക്ക് നമ്മളെ മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളെ കോൺസെൻട്രേഷൻ അവിടെ ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഈ സമയത്ത് നമ്മൾ സ്വിച്ച് ഡൗൺ, നമ്മൾ ഫോക്കസ് ചെയ്ത് ബോളർ കയ്യിൽ നിന്ന് ബോൾ റിലീസ് ചെയ്ത് ബാറ്റ്സ്മാൻ അടിച്ച് നമ്മൾ ഫീൽഡ് ചെയ്ത് തിരിച്ചു കൊടുത്ത് അടുത്ത ബോൾ റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം,
ഈ സമയത്ത് റിലാക്സ് ചെയ്യുക. നോർമലി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറ്റ്സ് എ ടീം ഗെയിം. അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, ബോളേഴ്സിനെ നമ്മൾ മോട്ട് ചെയ്ത് മുന്നോട്ടേക്ക് വെക്കുക, അടുത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക, നത്തിങ് റോങ് ഇൻ ദിസ്. അതേപോലെ തന്നെ നോളജ് ഓഫ് ദ സറൗണ്ടിങ്സ് അപ്ഡേറ്റ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കവർ ഫീൽഡറും പോയിന്റ് ഫീൽഡറും തമ്മിൽ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട്, കറക്റ്റ് ആംഗിളിൽ തന്നെയാണ് തോന്നുന്നത് നിൽക്കുന്നത്, അതേപോലെ തന്നെ ബാറ്റ്സ്മാൻ എന്താണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, സിംഗിൾസ് റൊട്ടേറ്റ് ചെയ്യാനാണോ അല്ലെങ്കിൽ വലിച്ചടിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണോ, അവരുടെ ഇന്റൻഷൻ എന്താണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്യാപ്റ്റന്റെ മുകളിലും ബോളറുടെ മുകളിലും കണ്ടുവെക്കുക. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ബോളിന്റെ ഇടയിൽ ചെയ്യുക. എഗെയിൻ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ബോളിന് വേണ്ടി എഗെയിൻ പ്രിപ്പയർ ചെയ്യുന്നതിന് നേരത്തെ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെ തന്നെ അലേർട്ട് ചെയ്യുക. യെസ്, ദിസ് ഇസ് ടൈം, ഫോക്കസ് നൗ. മുഹമ്മദ് കൈഫിന്റെ എല്ലാം കണ്ടിട്ടുണ്ട്. 2 years ബിഫോർ രഞ്ജി ട്രോഫി ടീമിന്റെ കൂടെ ഉള്ള സമയത്ത് കേരള ആന്ധ്ര മാച്ച് ആന്ധ്രയിൽ നടക്കിയിരുന്നു. ഓക്കെ, അപ്പൊ മുഹമ്മദ് കൈഫ് വാസ് ലീഡിങ് ആന്ധ്ര സൈഡ്. മുഹമ്മദ് കൈഫ്, ആസ് വി ഓൾ നോ, വൺ ഓഫ് ദ ബെസ്റ്റ് ഫീൽഡർ ഇന്ത്യ ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ്. നമ്മളെ രാജ്യം കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഫീൽഡറാണ് മുഹമ്മദ് കൈഫ്. മുഹമ്മദ് കൈഫ് എടുക്കുന്ന സ്റ്റാർട്ടും ബേസപ്പും ഇതൊക്കെ കണ്ടിന്യൂ ബാറ്റ്സ്മാൻ അടിക്കാൻ വേണ്ടിയിട്ട് എന്തോ പോകുന്നതല്ല. അത്രയും അഗ്രഷൻ ആണ് ആ സ്റ്റാർട്ടിലും ബേസപ്പിലും. 2 കൈയിൽ ഇങ്ങനെ തുപ്പലെല്ലാക്കി ജമ്പ് ചെയ്ത് പോവാണ്. അപ്പൊ ഓരോ ആൾക്കാർക്ക് ഓരോ ട്രിഗർ മൂവ്മെന്റ്. റിക്കി പോണ്ടിങ്ങിന്റെ നമ്മൾ കണ്ടിട്ടുണ്ട്, 2 കൈയിൽ ഇങ്ങനെ തുപ്പി ഇങ്ങനെ ആക്കിയാണ് ചെയ്യാൻ. ചില പ്ലേയേഴ്സ് ക്യാപ്പ് ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്യും. യെസ്, അപ്പൊ അതെല്ലാം അവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി ദേ ആർ അലേർട്ടിംഗ് ദംസെൽഫ് ആൻഡ് ടെല്ലിംഗ് ദംസെൽഫ് നൗ ദിസ് ഇസ് ദ ടൈം ടു ഫോക്കസ് എന്നുള്ളത്. ഓക്കെ, നൗ സ്വിച്ച് ഓഫ്. നമ്മള് സ്വിച്ച് ഓഫ് നമ്മൾ ബ്രേക്സിന്റെ ടൈമിലാണ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് ഡ്രിങ്ക്സ് ബ്രേക്ക് ഉണ്ട്, ലഞ്ച് ബ്രേക്ക് ഉണ്ട്, ടീ ബ്രേക്ക് ഉണ്ട്. മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ സെഷൻ എൻഡ് ചെയ്ത് അഗൈൻ ഇറ്റ്സ് എ ലോങ് ബ്രേക്ക്. അപ്പൊ ഈ സമയത്തൊക്കെ നമ്മൾ എന്താ വെച്ചാൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ ഈ സമയത്ത് നമ്മൾ കളിനെ കുറിച്ചിട്ട് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അഗൈൻ മെന്റൽ ഫെറ്റീക്കിനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിപ്പോ കോഹ്ലിന്റെ ഒരു ഫോട്ടോ കൊടുത്തേക്കാണ്. ഔട്ടായി വന്നതിന് ശേഷം അവിടെ നിന്നിട്ട് ബുക്ക് വായിക്കുകയാണ്. അപ്പൊ ഔട്ടായതിനു ശേഷം അവിടെ നിന്ന് ബുക്ക് വായിക്കാന്ന് വെച്ചാൽ കളിയിൽ മുഴുകാണ്ട് ഫുൾ ടൈം ഇരുന്ന് ബുക്ക് വായിക്കാന്നില്ല. ബുക്ക് വായിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ വാട്ട് എവർ യു ആർ ഡൂയിങ്, നിങ്ങളെ എന്താ പറയുക ഇൻവോൾവ്മെന്റ് ഗെയിമിൽ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് ഗ്രൗണ്ടിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കാണാം. അപ്പം ബ്രേക്കിന്റെ സമയത്ത് അഗൈൻ നിങ്ങൾ റിലാക്സ് ചെയ്യുക, വെള്ളം കുടിക്കുക, ഫ്ലൂയിഡ് ഇൻടേക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മാച്ചിന് എപ്പോഴാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആ സമയത്ത് മാത്രമാണ് നമ്മൾ വീണ്ടും കോൺസെൻട്രേഷൻ ഇതിലേക്ക് വരേണ്ട കാര്യമുള്ളൂ. ഓക്കെ, what to do between balls or over, personal routine suited to individual preference. With practice it becomes natural. Take more time under conditions of high emotional or physical stress. Watch great players routines between deliveries. Again, നേരത്തെ പറഞ്ഞ ഈ സ്ലൈഡിൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്ലൈഡ് ആണ്. പക്ഷെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിന്യൂഷൻ ഉള്ള സ്ലൈഡ്സും ആണ്. ഓരോ ബോളിന്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല പ്ലേയേഴ്സ് അവർക്ക് വർക്ക്ഔട്ട് ആകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് ഇട്ടേക്കുന്നത്. ഓക്കെ, ഒരു ബോളിന്റെ ഇടയിൽ അടുത്ത ബോളിന്റെ ഇടയിൽ, ഒരു ബോളിന്റെയും സെക്കൻഡ് ബോളിന്റെ ഇടയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് 2 ഡെലിവറീസിന്റെ ഇടയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. പ്ലേയേഴ്സ് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്ന കാണാം, കൈ സ്ട്രെച്ച് ചെയ്യുന്ന കാണാം, കാല് സ്ട്രെച്ച് ചെയ്യുന്ന കാണാം, ഓൾ ബോഡി സ്ട്രെച്ച് ചെയ്യുന്ന കാണാം. ഓക്കെ, അതുപോലെ തന്നെ പോസിറ്റീവ് ടോക്ക്, നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, കമോൺ, അടുത്ത ബോളിൽ നല്ലൊരു ക്യാച്ച് എടുക്കണം, ഇല്ല അടുത്ത ബോളിൽ നല്ല റൺ ഇല്ലെങ്കിൽ നല്ലൊരു റൺസ് സേവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ തന്നെ പോസിറ്റീവായിട്ട് നമ്മളെ പമ്പപ്പ് ചെയ്യുക. റിലാക്സേഷൻ, എക്സാമ്പിൾ ബ്രീത്തിങ് ഓർ പാർക്കിംഗ്. പാർക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ചില പ്ലേയേഴ്സ് അവിടെ തന്നെ കുറ്റിയടിച്ച് നിൽക്കും, ചിലപ്പോൾ കൈ കെട്ടി നിൽക്കും, ചിലപ്പോൾ ഹിപ്പിൽ കൈ വെച്ച് നിൽക്കും. അപ്പൊ ആ സമയത്തൊക്കെ അങ്ങനെ നിൽക്കുകയാണെങ്കിലും നമ്മൾ ഗെയിമിനെ കുറിച്ചുള്ള നോളജ് നമ്മൾ ഗെയിൻ ചെയ്യാണ്. എന്തൊക്കെയാണ് ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ ബാറ്റ്സ്മാന്റെ ഇന്റൻഷൻ എന്താണ്, ഗെയിം എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതെങ്ങനെ തിരിച്ചു പിടിക്കുക. ഈ സമയത്താണ് നമ്മൾ ഇതൊക്കെ ബോളിന്റെ ഇടയിൽ ചിന്തിക്കുന്നത്. പ്രിപ്പറേഷൻ, എക്സാമ്പിൾ റിഹേഴ്സൽ. ചില ആൾക്കാർ ക്യാച്ച് വരുന്ന പോലെ റീഹേഴ്സ് ചെയ്യുന്നതാണ്. അഗൈൻ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ പോകാൻ എന്താ വെച്ചാൽ ഇതിനൊരു സ്ലൈഡ് തന്നെ കൊടുത്തേക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. റിച്വൽ, ട്രിഗർ മൂവ്മെന്റ് ഞാൻ ഇപ്പം മുഹമ്മദ് കൈഫിന്റെയും റിക്കി പോണ്ടിങ്ങിന്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്രിക്കറ്റ് സ്മാർട്ട്നെസ്, സെൽഫ് അവയർനെസ്, ഗെയിം അവയർനെസ്. ഗെയിം അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ബാറ്റ്സ്മാൻ, ആംഗിൾ, പിച്ച്, ഗ്രൗണ്ട് കണ്ടീഷൻ, നെയ്ബറിംഗ് പാരാമീറ്റേഴ്സ്, സ്കോർ ബോർഡ്, മാച്ച് സിറ്റുവേഷൻ. ദെൻ കംസ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, അറ്റൻഷൻ, ഫ്ലെക്സിബിലിറ്റി. അപ്പൊ ഇതൊക്കെയാണ് ക്രിക്കറ്റ് സ്മാർട്ട്നെസ്സിൽ കൊടുത്തേക്കുന്നത്. സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ആസ് എൻ ഇൻഡിവിജ്വൽ, ആസ് എ ഫീൽഡർ, നമ്മൾ എത്രത്തോളം ഫീൽഡിൽ ക്വിക്കാണ്, നമുക്ക് എത്രത്തോളം ഏരിയ റൈറ്റിലേക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ ഫീൽഡേഴ്സും റൈറ്റിലും ലെഫ്റ്റിലും ഒരുപോലെ തന്നെ ഡോമിനന്റ് ആയിരിക്കണം എന്നില്ല. ചില ഫീൽഡേഴ്സ് ലെഫ്റ്റ് സൈഡിൽ ഡോമിനന്റ് ആയിരിക്കും, ചില ഫീൽഡേഴ്സ് റൈറ്റ് സൈഡിൽ ഡോമിനന്റ് ആയിരിക്കും, ചില ഫീൽഡേഴ്സ് ബാക്കോട്ട് ഓടാൻ വേണ്ടി കുറച്ച് സ്ലോ ആയിരിക്കും, ചില ഫീൽഡേഴ്സ് ഫ്രണ്ടിലേക്ക് ഓടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ലോ ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള അവയർനെസ് വേണം.
അപ്പൊ നമുക്കറിയാം ബാറ്റ്സ്മാന് ഫുൾ ഫേസ് വെച്ച് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയർ ആണെന്നുള്ളത്. അപ്പൊ ഒരു പോയിന്റ് ഫീൽഡർ നിൽക്കുന്ന സമയത്ത് പോയിന്റ് ഫീൽഡറെ കൂടുതൽ പോകാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലായിരിക്കും കൂടുതൽ ബോൾ വരാൻ വേണ്ടിയിട്ട്. ഇതിൽ ബാറ്റ്സ്മാൻ എപ്പോഴും ആംഗിൾഡ് ഫേസ് ആണ് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പോയിന്റ് ഫീൽഡർ ലെഫ്റ്റ് സൈഡിലായിരിക്കും ബോൾ പോകുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എവിടെയായിരിക്കണം പൊസിഷൻ ചെയ്യുന്നത് വിത്ത് അവർ കപ്പാസിറ്റി, നമ്മളെ സ്ട്രെങ്ത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ പൊസിഷൻ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതാണ് സെൽഫ് അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗെയിം അവയർനെസ്, ബാറ്റ്സ്മാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ അറ്റാക്കിംഗ് മോഡിലാണോ ഉള്ളത്, ഡിഫൻസീവ് മോഡിലാണോ ഉള്ളത്, റൊട്ടേഷൻ ഓഫ് ദ സ്ട്രൈക്സിന്റെ മോഡിലാണോ ഉള്ളത്, എന്താന്നുള്ള കറക്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ആംഗിൾ ആണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോയിന്റ്. നമുക്കിപ്പോ ഒരു റണ്ണ് സേവ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 30 yardsൽ നിൽക്കുകയാണ്. 30 yardsൽ കറക്റ്റ് ലൈന് ടച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല ബാറ്റ്സ്മാൻ ആണെങ്കിൽ ഡ്രോപ്പിൽ സോഫ്റ്റ് ഹാൻഡ്സ് ഡിഫൻസ് കളിച്ചതിന് ശേഷം ക്വിക്കായിട്ട് റണ്ണ് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എഗെയിൻ പറഞ്ഞ പോലെ നമ്മളെ സ്ട്രെങ്ത്തിനനുസരിച്ച് നമ്മളിപ്പോൾ മുന്നോട്ട് ഓടാൻ വീക്കാണ്, അല്ലെങ്കിൽ 30 yardsൽ കറക്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ റൺസ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി ഇങ്ങനെ കുറച്ച് മുന്നോട്ട് വന്ന് അവിടെ നിന്ന് മൂവ് ചെയ്താലാണ് നമുക്ക് ഒരു റണ്ണ് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് നിൽക്കാം. പിച്ച് വിക്കറ്റിന്റെ കണ്ടീഷൻ എന്താണ്? സ്ലോ വിക്കറ്റിൽ കൂടുതൽ ബോൾ ഫ്രണ്ട് ഓഫ് ദ വിക്കറ്റിലായിരിക്കും പോകാൻ വേണ്ടി. നല്ല സ്പീഡിലെ വിക്കറ്റിലാണെങ്കിൽ കൂടുതൽ ബോള് ബിഹൈൻഡ് ദ വിക്കറ്റ് ആയിരിക്കും പോകാൻ വേണ്ടിയിട്ട്. ടേൺ ഉള്ള വിക്കറ്റിലാണെങ്കിൽ സ്ക്വയർ ഓഫ് ദ വിക്കറ്റിലായിരിക്കും പോകാൻ വേണ്ടി. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അത്രത്തോളം ഇൻവോൾവ് ചെയ്തിരിക്കണം. എന്താണ് ഇപ്പൊ എക്സ്പെഷ്യലി ലോങ് ഡ്യൂറേഷൻ മാച്ചസ് കളിക്കുന്ന സമയത്ത് വിക്കറ്റ് മാറിക്കൊണ്ടേയിരിക്കും അല്ലെ. ഫസ്റ്റ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സീമേഴ്സിന് കുറച്ച് അഡ്വാൻറ്റേജ് ഉള്ളായിരിക്കും, പിന്നെ അതിനുശേഷം ബാറ്റ്സ്മാൻമാർക്ക് കുറച്ചും കൂടി നന്നാവും, പിന്നെ കുറച്ച് സ്പിന്നേഴ്സിന് നല്ല ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതിനനുസരിച്ചൊക്കെ നമ്മൾ നിൽക്കുന്ന പൊസിഷനും അഡ്ജസ്റ്റ് ആണ്. അതിനും നമ്മൾ ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഫാസ്റ്റ് ബോളർ ന്യൂ ബോളിൽ എറിയുന്ന സമയത്ത് നിൽക്കുന്ന സെയിം പൊസിഷനിലായിരിക്കില്ല സ്ലിപ്പ് ഫീൽഡേഴ്സ് ഒരു ആഫ്റ്റർ ടീ സെഷനിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ നിൽക്കാൻ. എന്ന് വെച്ചാൽ ബോൾ ആ സമയത്തേക്ക് കുറച്ച് ഓൾഡ് ആവും, വിക്കറ്റ് കുറച്ചും കൂടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വിക്കറ്റിന് അത്രമാത്രം ചിലപ്പോൾ ക്യാരി ഉണ്ടാവണം എന്നില്ല. അപ്പം ഫസ്റ്റ് ഓവറിൽ ഞാൻ ഇവിടെയാണ് സ്ലിപ്പ് എന്നല്ലേ, ഫസ്റ്റ് ഓവറിൽ ഞാൻ ഇവിടെയാണ് ഗള്ളിന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാച്ചസ് കയ്യിൽ വരണമെന്നില്ല. അപ്പൊ ഈ ഒരു സ്മാർട്ട്നെസ് ഒക്കെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം മാച്ചിൽ ഇൻവോൾവ് ആയി നമ്മളെ വിക്കറ്റ് ഒക്കെ റീഡ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു സ്മാർട്ട്നെസ് നമുക്ക് മനസ്സിലാക്കാൻ. ഗ്രൗണ്ട് കണ്ടീഷൻ, ചിലത് നല്ല ഗ്രാസുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ലോപ്പ് ആയിട്ടുള്ള ഔട്ട്ഫീൽഡ് ആയിരിക്കും, അവിടെ ഫാസ്റ്റ് ആയിട്ട് ബോൾ കയ്യിലേക്ക് വരും. ചില ഗ്രൗണ്ടിൽ ഇപ്പൊ KCന്റെ ഒരു ഇതെല്ലാം അടിപൊളി ഗ്രൗണ്ടാണ്, നിങ്ങൾ കളിക്കുന്ന മാച്ചസ് എല്ലാം നല്ല ഗ്രൗണ്ടിലും പിന്നെ അറ്റാക്ക് ചെയ്ത് ഫീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് കൂടുതൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കൂടി എവിടെയെങ്കിലും ചെറിയ ബമ്പി ആയിട്ടുണ്ടോ, എവിടെയെങ്കിലും കല്ലുണ്ടോ, ആ സൈഡിലേക്ക് ബോൾ വരുന്ന സമയത്ത് ഞാൻ എങ്ങനെ അത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെക്കാട്ടി മുന്നേ എവിടുന്ന് എങ്ങനെ ബോൾ പിടിക്കാൻ വേണ്ടി പറ്റാം, ഈ ഒരു ഐഡിയ വേണം. നെയ്ബറിംഗ് പാരാമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം കവറും മിഡ് ഓഫും ഉണ്ട്, അപ്പൊ അത് തമ്മിലുള്ള ഗ്യാപ്പ്, അല്ലെങ്കിൽ ഗള്ളിയും ഉണ്ട് ബാക്ക്വേർഡ് പോയിന്റ് ഉണ്ട്, അത് തമ്മിലുള്ള ഗ്യാപ്പ്, പോയിന്റും കവേഴ്സ് അല്ലെങ്കിൽ കവേഴ്സും ഷോർട്ട് കവേഴ്സും ഇത് തമ്മിലുള്ള ഗ്യാപ്പ്. അപ്പൊ എത്ര ഡിസ്റ്റൻസിലാണ് ഞാനും അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്തുള്ള ഫീൽഡറും തമ്മിൽ നിൽക്കുന്നത്, ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ബൗണ്ടറി കൊടുക്കാൻ വേണ്ടി പാടുണ്ടോ, ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ സിംഗിൾ കൊടുക്കാൻ വേണ്ടി പാടുണ്ടോ, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അടുത്തടുത്തുള്ള ഫീൽഡേഴ്സ് തമ്മിലുണ്ടോ, അതാണ് നെയ്ബറിംഗ് പാരാമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കോർ ബോർഡ് ആൻഡ് മാച്ച് സിറ്റുവേഷൻ ഇത് ഉദ്ദേശിക്കുന്നത് ഗെയിം എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ബാറ്റ്സ്മാൻ ഉദ്ദേശം എന്താണ്, ഗെയിമിന്റെ സിനാരിയോ എന്താണ്, ഈ സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യണോ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യണോ, ഇതിനെ കുറിച്ചിട്ടൊക്കെ കറക്റ്റ് ആയിട്ട് ക്ലാരിറ്റി ആണോ. വെറുതെ നമ്മൾ ഏതെങ്കിലും ഒരു മൈൻഡിലേക്ക് നിന്ന് ചുമ്മാ നേരെ വരുന്ന ബോൾ മാത്രം പിടിക്കാന്നാണെങ്കിൽ ഒരിക്കലും ചിലപ്പം നമ്മൾ ബെസ്റ്റ് പെർഫോമൻസ് ടീമിന് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഗെയിം എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ ഈ സമയത്ത് ബാറ്റ്സ്മാൻ എന്ത് ട്രൈ ചെയ്യും, നമ്മൾ ഈ സമയത്ത് ഡിഫെൻസീവ് ആയിട്ട് ഫീൽഡ് ചെയ്യണം അല്ലെ അറ്റാക്ക് ചെയ്ത് ഫീൽഡ് ചെയ്യണം. അതിനൊരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഒരു ബോളിൽ 4 റണ്ണ് ജയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പം ലോങ് ഓഫിൽ ഞാൻ ഫീൽഡ് ചെയ്യാണ്, ബാറ്റ്സ്മാൻ അടിച്ച് ലോങ് ഓഫിലേക്ക് ഫാസ്റ്റ് ആയിട്ട് ബോൾ എൻ്റെ കയ്യിലേക്ക് വന്നു. ആ സമയം ഞാൻ അറ്റാക്ക് ചെയ്ത് വെറുതെ ഫീൽഡ് ചെയ്ത് മിസ്ഫീൽഡ് ചെയ്ത് 4 റണ്ണ് കൊടുക്കുന്നതിന് പകരം ഞാൻ ഡിഫെൻസീവ് ആയിട്ട് ഫീൽഡ് ചെയ്ത് സേഫ് ആയിട്ട് മാക്സിമം 1-2 ഓട് ഞാൻ പിടിച്ച് ബോൾ തിരിച്ച് ടാർഗറ്റിലേക്ക് തിരിച്ചു കൊടുത്താൽ മതി. അപ്പൊ അതാണ് സ്മാർട്ട്നെസ് അല്ലെങ്കിൽ സ്കോർ ബോർഡ് മാച്ച് സിറ്റുവേഷൻ എന്ന് കൊടുത്തേക്കുന്നത്. ഗെയിമിനെ കുറിച്ചുള്ള അവയർനെസ്, ഈ സമയത്ത് നമ്മൾ എന്ത് റോളിൽ ആയിരിക്കണം ഫീൽഡർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞേക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, നമ്മൾ ഗെയിമിൽ അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട്. എഗെയിൻ എക്സാമ്പിൾ പറയാ, ബോളർ ബോൾ ചെയ്തു, അപ്പൊ അത് ഫ്രണ്ട് ഫുട്ടിൽ കളിക്കണോ ബാക്ക് ഫുട്ടിൽ കളിക്കണോ, ഫ്രണ്ട് ഫുട്ടിലാണെങ്കിൽ ഡിഫൻസ് കളിക്കണോ ഡ്രൈവ് ചെയ്യണോ. ഓക്കെ, അപ്പൊ ബാറ്റ്സ്മാൻ ഡ്രൈവ് ചെയ്ത ബോൾ ഫീൽഡർ അറ്റാക്ക് ചെയ്ത് ഫീൽഡ് ചെയ്യണോ ഡിഫെൻസ് ചെയ്ത് ഫീൽഡ് ചെയ്യണോ, ഫീൽഡ് ചെയ്ത ബോൾ ബോളർ സെന്റർ ചെയ്യണോ കീപ്പർ സെന്റർ ചെയ്യണോ. അപ്പൊ ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അല്ലെങ്കിൽ വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ തന്നെ ഒരുപാട് ഡിസിഷൻസ് എടുക്കുകയാണ് നമ്മൾ. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ഗെയിം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലൈഫിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ അറിയാണ്ട് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യണം.
ഡിസിഷൻ എടുക്കാനുള്ള എബിലിറ്റി നന്നാക്കുകയാണ്. അപ്പോൾ ഒരു ആസ് എ ഫീൽഡർ അറ്റാക്ക് ചെയ്ത് ഫീൽഡ് ചെയ്യണോ ഡിഫെൻസ് ചെയ്ത് ഫീൽഡ് ചെയ്യണോ, ഓർത്തഡോക്സ് മെത്തേഡിൽ ക്യാച്ച് എടുക്കണോ അല്ല റിവേഴ്സ് കപ്പ് ക്യാച്ച് എടുക്കണോ, ഓവർ ആം ത്രോ ചെയ്യണോ സൈഡ് ആം ത്രോ ചെയ്യണോ അണ്ടർ ആം ത്രോ ചെയ്യണോ, കീപ്പേഴ്സ് എല്ലാം അറിയണോ അല്ലെങ്കിൽ ബോളേഴ്സ് എല്ലാം അറിയണോ, ബാക്കപ്പിന് ഞാൻ പോകണമല്ല എൻ്റെ തൊട്ടടുത്തുള്ള ആളാണ് പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്സിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആണ്. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസും ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരുപാട് ഡ്രിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബ് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഡിസിഷൻ മേക്കിംഗ് ക്യാച്ചസ് എല്ലാം ടൈപ്പ് ചെയ്ത് ഇഷ്ടംപോലെ ക്യാച്ചസ് ഉണ്ടാവും. അപ്പൊ ഞാനതാ നേരത്തെ പറഞ്ഞേക്കുന്നത്, നിങ്ങളെ മെയിൻ സ്കില്ല് നന്നാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ് സ്കിൽ ഉണ്ട്. അപ്പൊ ഇതേപോലത്തെ കാര്യങ്ങൾ ഇപ്പം ഐ ആൻഡ് കോർഡിനേഷൻ ഡ്രിൽസ് അയക്കാനായാലും ഡിസിഷൻ മേക്കിംഗ് ക്യാച്ചസ് അയക്കാനായാലും റിഫ്ലക്സ് ക്യാച്ചസ് അയക്കാനും ഇതൊക്കെ നിങ്ങളെ മെയിൻ സ്കില്ല് നന്നാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ് സ്കിൽസ് ആണ്. ഓക്കെ, ദെൻ അറ്റൻഷൻ ഫ്ലെക്സിബിലിറ്റി, ബ്രോഡ് നാരോ. നേരത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം നെയ്ബറിംഗ് പാരാമീറ്റർ എവിടെയാ കറക്റ്റ് ആയിട്ടുള്ള അറിയണം, പോയിന്റ് ഫീൽഡർ കറക്റ്റ് ആയിട്ട് നോക്കണം, നമ്മൾ കറക്റ്റ് ആംഗിളിലേക്കാണ് നിൽക്കുന്നത്, ബോളർ റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്തോ, നമ്മൾ ക്യാപ്റ്റന്റെ മുകളിൽ കണ്ണു വേണം, ബോളറുടെ മുകളിൽ കണ്ണു വേണം, എന്തെങ്കിലും ചേഞ്ചസ് സ്മോൾ അഡ്ജസ്റ്റ്മെന്റ്സ് ബാറ്റ്സ്മാൻ അറിയാണ്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അതിനുശേഷം നമ്മൾ നാരോ ആയിട്ട് കൊണ്ടുവരാന്ന് വെച്ചാൽ ബോളർ കയ്യിൽ നിന്ന് ബോൾ റിലീസ് ചെയ്ത് ബാറ്റ്സ്മാൻ്റെ എഗെയിൻ ലാസ്റ്റ് മൊമെന്റ് നമ്മൾ ബോളിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇന്റേണൽ എക്സ്റ്റേണൽ, ഒരു ബോൾ കഴിഞ്ഞ് അതിൽ നമ്മൾ വീണ്ടും വെളിയിലേക്ക് വരണം അല്ലെ, സ്വിച്ച് ഡൗൺ ഫേസിലേക്ക് വരും. അതാണ് ഇന്റേണൽ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. മോട്ടിവേഷൻ ടു കീപ് ട്രൈയിങ്. The key to success in fielding is to enjoy the hope that each ball come towards you. When I began my career, the activity I enjoyed the most was fielding, said Donald Bradman. ഈ ഡോൺ ബ്രാഡ്മാന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 99.94 ആണ് ഡോൺ ബ്രാഡ്മാന്റെ IST. എന്നിട്ട് ആ പുള്ളി പറഞ്ഞേക്കുന്നത് ആക്ടിവിറ്റി ഐ എൻജോയ് ദ മോസ്റ്റ് വാസ് ഫീൽഡിംഗ് when I began my career. അപ്പൊ ഞാൻ ഇത്രയും രഞ്ജി ട്രോഫി പ്ലേയേഴ്സിന്റെ കൂടി ഇതൊക്കെ ഈ സഞ്ജു ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാറ്റ് ഫീൽഡർ ആണ്. വന്നതിനെ പോലെ ചിലപ്പോൾ ഒരു 100 ക്യാച്ച് അടി. സച്ചിൻ ബേബി വന്നതിനെ പോലെ എനിക്ക് റൈറ്റിൽ 100 ക്യാച്ച് വേണം അല്ലെങ്കിൽ ലെഫ്റ്റിൽ 100 ക്യാച്ച് വേണം. നമ്മളെ രഞ്ജി ട്രോഫി പ്ലേയേഴ്സിനെ പറഞ്ഞിട്ടുണ്ട് സ്റ്റീവ് സ്മിത്ത്, ഓസ്ട്രേലിയന്റെ സ്റ്റീവ് സ്മിത്ത് ഉണ്ട്. IPL പ്രിപ്പറേഷന്റെ ടൈമിലെല്ലാം ക്യാമ്പിൽ 2 മണിക്കൂറൊക്കെ, എനിക്ക് തോന്നുന്നു സന്ദീപ് വാര്യർ ആരെ പറഞ്ഞതെന്ന് കറക്റ്റ് ഓർമ്മയില്ല, 2 മണിക്കൂർ ഫീൽഡിങ് മാത്രം, ഇൻഡിവിജ്വൽ ഫീൽഡിങ് മാത്രം ചെയ്യും. അപ്പൊ അതിന്റെ എല്ലാം ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അത്രമാത്രം എഫേർട്ട് ഇട്ടതിന്റെ ഒരു ഇത് നമ്മൾ മാച്ചിലും കാണാനുണ്ട്. സ്റ്റീവ് സ്മിത്തിന്റെ എല്ലാം ഫീൽഡിങ് കണ്ടതിന് നമ്മുടെ തലയിലേക്ക് വെച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാനുള്ള ഇൻബിൽറ്റ് എബിലിറ്റി ഉണ്ട്. അപ്പൊ അത് നമ്മൾ പോളിഷ് ചെയ്തെടുക്കേണ്ടത് നമ്മളത് എൻജോയ് ചെയ്യുന്ന സമയത്ത്. എന്ത് കാര്യം നമ്മൾ ആസ്വദിച്ച് ചെയ്തതിലാണ് നമ്മളെ ബെസ്റ്റ് വരുന്നത്. അതിപ്പം അത് നമ്മൾ മാച്ചിൽ സ്ട്രേറ്റ് അവേ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ കോച്ചിന്റെ അടുത്തൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ട് എനിക്കൊരു 100 ക്യാച്ച് അടിക്കാം, അല്ലെങ്കിൽ നമ്മളെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ബോധ്യം വേണ്ടത് നമുക്കാണ്. വേർ ഐ സ്റ്റാൻഡ്സ്, ഞാൻ ഷോർട്ട് ക്യാച്ചസിൽ എങ്ങനെ, ഞാൻ ഹൈ ക്യാച്ചസിൽ എങ്ങനെ, ഞാൻ ഫ്ലാറ്റ് ക്യാച്ചസിൽ എങ്ങനെ, എൻ്റെ റിയാക്ഷൻ ടൈം കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഡ്രിൽ എന്താണ്, അല്ലെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഡ്രിൽ എന്താണ്. ഇതൊക്കെ വി നീഡ് ടു കീപ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ടു ആർ കോച്ചസ്. എനിക്ക് റൈറ്റ് സൈഡിൽ കുറച്ചും കൂടെ ഒന്ന് ഫാസ്റ്റ് ആവണം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആവണം. അപ്പൊ ഈ സാധനം എല്ലാം വരണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അത് എൻജോയ് ചെയ്യണം. വൺസ് വി സ്റ്റാർട്ട് എൻജോയിങ് വി വിൽ ഗിവ് 100% ടു ദി 100%. ഇപ്പം നെറ്റ് പ്രാക്ടീസ് അയക്കാൻ നെറ്റ്സ് കഴിഞ്ഞാല് നല്ല വിക്കറ്റ് കീപ്പേഴ്സ് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്സ് ഇപ്പൊ അസറുദ്ദീൻ കാസർഗോഡ് നമ്മളെ രഞ്ജി ട്രോഫി വിക്കറ്റ് കീപ്പർ മുഹമ്മദ് അസറുദ്ദീൻ ഫീൽഡിംഗ് സെഷൻ അയക്കാനും ശരി, നെറ്റ് സെഷൻ അയക്കാനും ശരി, സ്റ്റാർട്ട് ഓഫ് ദ സെഷനും എൻഡ് ഓഫ് ദ സെഷനും എക്സ്ട്രാ കുറച്ച് ക്യാച്ചസ് എടുത്തിട്ട് സെഷൻ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ ഗ്ലൗ ഊരി വെക്കും. എത്രയും ബാറ്റ്സ്മാൻ കണ്ടിട്ടുണ്ട് ബാറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു 10-20 ക്യാച്ച് എടുക്കും, ഹെൽമെറ്റിൽ ഇട്ടതിന് ശേഷം 10-20 ക്യാച്ച് എടുക്കും, അല്ലെങ്കിൽ നെറ്റ് സെഷൻ കഴിഞ്ഞ ഒരു 10-20 ക്യാച്ചസ് എടുക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഇന്റന്റ് കാണിച്ചാൽ തന്നെ നമ്മൾ പകുതി സക്സസ് ആണ്. Okay. Now practicing fielding. Like any other skill, fielding requires hours of dedicated practice. Again, it comes to the question why. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 50 ഓവേഴ്സ് മാച്ച് കളിക്കുകയാണെങ്കിൽ ഒരു ബോളർ മാക്സിമം 10 ഓവർ ബോളിയും ഒരു ബാറ്റ്സ്മാൻ നല്ല ഫോമിൽ ആണെങ്കിൽ 100 to 150 ബോൾസ് മാക്സ് ബാറ്റ് ചെയ്യും. നേരെ വെച്ച് 50 ഓവേഴ്സ് നമ്മുടെ ടീം ഫീൽഡ് ആണെങ്കിൽ നമ്മൾ 300 ബോളും ഫീൽഡ് ചെയ്തിരിക്കണം. അതിൽ നമ്മൾ ബേസിക് സ്കിൽ പ്രാക്ടീസ് ചെയ്യണം. ബേസിക് സ്കിൽ പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ കവർ ഡ്രൈവ് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 10,000 ബോൾ നമ്മൾ ഡ്രോപ്പ് ബോൾ, സ്റ്റേഷനറി ബോളും ഡ്രോപ്പ് ബോളും അണ്ടർആം ഫീൽഡും ഓവറാം ഫീൽഡും ബോളിംഗ് മെഷീനും എല്ലാം ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ ബേസിക് ഇപ്പം ഷോർട്ട് ക്യാച്ചിങ് ടെക്നിക്ക് അയക്കാനും ശരി, ഹൈ ക്യാച്ചിങ് ടെക്നിക്ക് ആയാലും ശരി, ഫ്ലാറ്റ് ക്യാച്ചസ് അയക്കാനും സില്ലി പോയിന്റ് ഷോട്ട് ക്ലോസിന് അയക്കാനും ശരി, ആ ഒരു ബേസിക് സ്കില്ല് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഡെഡിക്കേറ്റഡ് 3 ഹവേഴ്സ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം. അഗെയിൻ ഇറ്റ് കംസ് മാച്ച് സിമുലേഷൻ പ്രാക്ടീസ്. മാച്ച് സിമുലേറ്റഡ് പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ ഞാൻ പോയിന്റ് ഫീൽഡർ ആണെങ്കിൽ പോയിന്റിലേക്ക് ഒരിക്കലും ഫുൾ ഫേസിൽ വരുന്ന അടി വളരെ കുറവാണ്. അധികം സ്ലൈസ് ചെയ്ത് വരുന്ന അടിയായിരിക്കും. സ്ലൈസ് ചെയ്ത് വരുന്നത് ഇപ്പം
സ്ക്വയർ ലെഗിൽ വരാൻ ക്ലോസ് ഫേസിൽ വരുന്ന അടിയായിരിക്കും. സ്ലിപ്സിലാണെങ്കിൽ എഡ്ജ് ആയിരിക്കും കൂടുതൽ വരാൻ വേണ്ടിയിട്ട്. അപ്പം മെയിൻലി നോക്കുവാണെങ്കിൽ ചിലപ്പം ബോളർക്കായിരിക്കും ഫുൾ ഫേസിൽ ക്യാച്ച് വരുന്നുണ്ട്, ബാക്കി എല്ലാവർക്കും ആംഗിൾ ഫേസിലാണ് അടി വരാൻ വേണ്ടി. ഇപ്പൊ കവർ ഫീൽഡർ ആണെങ്കിൽ കറക്റ്റ് കവേഴ്സിൽ നിന്നിട്ട് ആ ഒരു ആംഗിളിൽ അടി വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ റിയാക്ട് അതിനനുസരിച്ച് മാച്ച് സിമുലേറ്റർ പ്രാക്ടീസ് അഗൈൻ ഇഫ് ഐ ഗിവിംഗ് എക്സാമ്പിൾ മിഡ് ഓഫിലേക്ക് നിൽക്കുകയാണ്, കോച്ച് ഹിറ്റിംഗ് ഫ്രം ബാറ്റിംഗ് പൊസിഷൻ. ഓക്കെ, 2 ഫീൽഡ് പ്ലെയേഴ്സിനെ ഓടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ സ്പ്രിന്റ് ചെയ്ത് മിഡ് ഓഫിലേക്ക് വരുന്നോട് പിടിച്ച് ഒരു റണ്ണ് കൊടുക്കാണ്ട് ബാറ്റ്സ്മാനെ റൺഔട്ട് ആക്കാൻ വേണ്ടി പറ്റും, എല്ലാം ഇങ്ങനെ പിടിച്ച് അവിടെ ഒന്നുള്ളടത്ത് ഒന്നും ഇല്ലാണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യാണ്, ലോങ് ഓണിന്റെയും മിഡ് വിക്കറ്റിന്റെ ഇടയിൽ ബോൾ പോയി, അവിടെ 2 കൊടുക്കാണ്ട് എങ്ങനെ ഒരു റണ്ണിൽ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് മാച്ച് സിമുലേറ്റഡ് പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ സിമ്പിൾ എക്സാമ്പിൾ. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു എക്സാമ്പിൾസിലൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയത് എന്താണ് മാച്ച് സിമുലേറ്റഡ് പ്രാക്ടീസ് എന്നുള്ളത്. റൈറ്റ്, വാരിഡ് ചാലഞ്ചസ് വാരി ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പം നമ്മളെപ്പോഴും എന്ത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിലാക്സ് മോഡിലാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടി. ഒരു ചാലഞ്ചസും കാര്യമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം അറ്റാക്കിംഗ് ഫീൽഡിംഗ് ഇംപ്രൂവ് ചെയ്യാൻ, അറ്റാക്കിംഗ് ഫീൽഡിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റേഷനറി ബോൾ വെച്ച് അതിനുശേഷം നമ്മളെ കറക്റ്റ് ഫ്രെയിമിൽ ബാക്ക് ഫുട്ട് ബോളിന്റെ ബാക്കിൽ കറക്റ്റ് റൈറ്റ് ആംഗിളിൽ ഇരുന്ന് മുന്നിലത്തെ ഹിപ്പും ഷോൾഡറും തുറന്ന് 2 കാലിന്റെ മുട്ട് ബെൻഡ് ചെയ്ത് 2 കൈയും ബോളിന്റെ ബാക്കിൽ വെച്ച് നമ്മൾ ബോൾ കറക്റ്റ് ചെയ്യും അല്ലെ. അതിനുശേഷം അണ്ടർആം ഫീഡ് ചെയ്യും, അതിനുശേഷം തുടങ്ങും, അതിനുശേഷം ബാറ്റ് കൊണ്ട് അടിക്കും, അതിനുശേഷം അടുത്ത ഫേസ് ആയിട്ട് ആംഗിൾ കട്ട് ചെയ്ത് ഒരു റണ്ണ് കൊടുക്കാണ്ടിരിക്കും. അപ്പം ചാലഞ്ചസ് ഓരോ ഫേസിലും കൂട്ടി വരികയാണ്. അപ്പം നിങ്ങളും നിങ്ങളെ ചാലഞ്ചസ് കൂട്ടാൻ വേണ്ടി പറ്റണം. അഗൈൻ ഐ ക്യാൻ ഗിവ് യു എക്സാമ്പിൾ. ഇപ്പോൾ ഷോർട്ട് ക്യാച്ചസ് നല്ല രീതിയിൽ 2 കൈയിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ then you start challenging yourself, start taking catches with single hand. നല്ല രീതിയിൽ ഇപ്പം കോച്ച് അടിക്കുന്ന 100 ക്യാച്ചും 2 കൈയിൽ ഈസി ആയിട്ട് എടുക്കുകയാണ്. ടെൽ കോച്ച് ഐ വിൽ സ്റ്റാർട്ട് കാച്ചിങ് വിത്ത് 1 hand. ഞാൻ ഡോമിനന്റ് ഹാൻഡിൽ ക്യാച്ച് ചെയ്യുന്നില്ല, ഒറ്റ കയ്യിൽ റൈറ്റ് ഹാൻഡിൽ മാത്രം ക്യാച്ച്, ഡോമിനന്റ് ഹാൻഡ് റൈറ്റ് ആണെങ്കിൽ. അതിലും സ്മാർട്ട് ആയിട്ട് ബ്രില്യന്റ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ടെൽ കോച്ച് ഐ വിൽ സ്റ്റാർട്ട് കാച്ചിങ് വിത്ത് ലെഫ്റ്റ് ഹാൻഡ് ഓൺലി. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഒരുപാട് രീതിയിൽ ചാലഞ്ചസ് ഇംപ്രൂവ് ചെയ്യാൻ വാരി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എപ്പോഴും നമ്മൾ ഇംപ്രൂവ്മെന്റ് നടക്കുന്നത് കംഫർട്ട് സോണിന് വെളിയിൽ വരുന്ന സമയത്താണ്. Then the other tool is visualizing. Visualization is a very, very powerful tool. Visualizing great fielding. Fielding can be made more enjoyable by periodically visualizing a catch coming your way, and it also helps to increase the success percentage. See yourself taking the catch and pay attention to the field. This can help you to react in the proper way when the catch does comes your way. ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് എൻ്റെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഗോൾ കീപ്പർ, പേര് കറക്റ്റ് ആയിട്ട് ഞാൻ ഓർക്കുന്നില്ല, അങ്ങേർക്ക് ഇഞ്ചുറി സംഭവിച്ചിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. എത്രയോ മാസങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. അതിനുശേഷം ഫിറ്റായി വീണ്ടും സ്ലോലി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം പുള്ളി മാച്ചിലേക്ക് പോയ സമയത്ത് അഗൈൻ പെനൽറ്റി ഷൂട്ട് ഔട്ട് ഒന്ന് ബ്രില്യൻ്റ് സേവ് ചെയ്തിട്ട് ടീമിനെ ജയിപ്പിച്ചു. അപ്പൊ അതിനുശേഷമുള്ള പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂവിൽ അങ്ങേര് പറഞ്ഞ കാര്യം, ഇത്രയും നാളായിട്ട് ഫിറ്റ്നസ് വർക്ക്ഔട്ട് ചെയ്ത് സ്കില്ല് വർക്ക്ഔട്ട് ചെയ്ത് അതേപോലെ തന്നെ വിഷ്വലൈസേഷനും വർക്ക്ഔട്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് ഒക്കെ കോച്ചസും മെന്റേഴ്സും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിന്റെ കുറച്ചും കൂടെ നല്ല വേർഷനിലേക്ക് പോകാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഇഞ്ചുറി ആയി ബെഡ് റെസ്റ്റിൽ നിന്നോണ്ടിരുന്ന സമയത്ത് അങ്ങേര് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഞ്ചുറിന്ന് റിക്കവർ ചെയ്ത് നാളെ അങ്ങേരെ ക്ലബിന് വേണ്ടിയിട്ടും കൺട്രിക്ക് വേണ്ടിയിട്ടും കളിക്കുന്നതാണ് അങ്ങേര് വിഷ്വലൈസ് ചെയ്തത്. കളിക്കുന്ന മാത്രമല്ല, കുറച്ചും കൂടെ നാരോ ആയിട്ട് അങ്ങേര് ഡീപ്പായിട്ട് അതിലേക്ക് വന്നു. പിന്നെ ഓൺ ടൈം നല്ല സേവ്സ് ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് പെനൽറ്റി ഷൂട്ട് ഔട്ട് വന്നിട്ട് റൈറ്റിലും ലെഫ്റ്റിലും മുകളിലോട്ടും എല്ലാം ചാടിയിട്ട് നല്ല സേവ്സ് ചെയ്ത് അങ്ങേര് വിഷ്വലൈസ് ചെയ്ത്. അങ്ങേര് പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്, ആ ബെഡ് റെസ്റ്റിലൂടെ ഞാൻ ഗെയിൻ ചെയ്ത സാധനമാണ് ഇന്ന് എൻ്റെ സേവിൽ കലാശിച്ചത്. ആ ഒരു സേവ് ആണ് ഇന്ന് എൻ്റെ രാജ്യത്തിന് വേണ്ടി ഹെൽപ്ഫുൾ ആയെന്നാണ്. സോ ഇറ്റ്സ് എ വെരി വെരി പവർഫുൾ ടൂൾ. അപ്പൊ നാളെ നമ്മൾ കളിക്കാൻ വേണ്ടി പോവാണ് കേരള പ്ലേയിങ് അഗേൻസ്റ്റ് കർണാടക. അപ്പൊ കർണാടക KL രാഹുൽ ഓപ്പണിംഗ് ഇറങ്ങി ഞാൻ കവേഴ്സിൽ ഫീൽഡ് ആണെങ്കിൽ ഞാൻ ഫുൾ ലെങ്ത് ലെഫ്റ്റ് സൈഡിൽ ഡൈവ് ചെയ്ത് ക്യാച്ച് ചെയ്യുന്നത് ഞാൻ വിഷ്വലൈസ് ചെയ്യണം. KL രാഹുൽ മിഡ് ഓഫിലേക്ക് അടിക്കുകയാണ്, ഞാൻ 30 yards മിഡ് ഓഫ് നിന്ന് സ്പ്രിന്റ് ചെയ്ത് ബോൾ പിക്ക് ചെയ്ത് നോൺ സ്ട്രൈക്കർ സെന്റിൽ അടിച്ച് റൺഔട്ട് ആക്കുന്നത് ഞാൻ വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ ഈ വിഷ്വലൈസ് ചെയ്യുന്നതിൽ കൂടെ നമ്മളെ മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മൾ നോർമലി ഫിസിക്കലി ഫിറ്റ്നസ് ട്രെയിൻ ചെയ്യും, സ്കില്ല് ട്രെയിൻ ചെയ്യും. ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു ട്രെയിൻ അവർ മൈൻഡ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോ ആൾക്കാരും ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളത് ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാം റിലാക്സ്ഡ് ആണ്, നിങ്ങൾക്ക് സ്കൂളോ കാര്യങ്ങളോ ഒന്നുമില്ല, കൂടുതൽ സമയം വീട്ടിൽ തന്നെയാണ്. യു സ്റ്റാർട്ട് പ്ലേയിങ് എ മാച്ച്. ഓരോ ദിവസവും മൈൻഡിൽ ഓരോ ടീമിന്റെ അഗേൻസ്റ്റ് മാച്ച് കളിക്കും. യു പുട്ട് യുവർ സെൽഫ് ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻ.
ഓരോ ദിവസം ഓരോ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ ഈസി റിലാക്സ് സിറ്റുവേഷനിൽ നിങ്ങൾ ഫീൽഡ് ചെയ്യുന്നതാലേക്ക്, ടഫ് സിറ്റുവേഷനിൽ ഫീൽഡ് ചെയ്യുന്നതാലേക്ക് യു പ്രിപ്പയർ എ ടീം, ഈ ഓപ്പണന്റ് ടീം നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. നാളെ കണ്ണൂരിന്റെ അഗേൻസ്റ്റ് ട്രിവാൻഡ്രം കളിക്കുകയാണ്, അല്ലെങ്കിൽ നോർത്ത് സോണിന്റെ അഗേൻസ്റ്റ് സെൻട്രൽ സോൺ കളിക്കുകയാണ്, കേരള പ്ലേയിങ് എ മാച്ച് അഗേൻസ്റ്റ് ഹൈദരാബാദ് ഓർ ഗോവ. നിങ്ങൾ ഏത് പൊസിഷനിലാണ് ഫീൽഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഐഡിയ നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ആയിട്ടുണ്ട്. ദെൻ യു പുട്ട് യുവർ സെൽഫ് ദെയർ ആൻഡ് പ്ലേ മാച്ച് ഇൻ ദ മൈൻഡ്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. ഐ ആം ടെല്ലിംഗ് യു ഗൈസ്. ഓക്കെ, നൗ ഡീലിംഗ് വിത്ത് എറേഴ്സ്. നമ്മൾ മനുഷ്യന്മാരാണ്, എത്ര നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പം മിസ്റ്റേക്സ് സംഭവിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ പ്രിപ്പറേഷനും മെന്റൽ പ്രിപ്പറേഷനും സ്കിൽ പ്രിപ്പറേഷനും വാട്ട് എവർ ഇറ്റ് ഈസ് ഇൻ എ കൺട്രോൾ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞാലും നാളെ മാച്ച് കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കും. ഈസി ബോളിൽ ചിലപ്പോൾ ഔട്ടും, സിമ്പിൾ ക്യാച്ച് ചിലപ്പോൾ ഡ്രോപ്പ് ആകുന്നുണ്ടാവും. നല്ല രീതിയിൽ ഔട്ട് സ്വിംഗ് അറിയാൻ പറ്റുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് കറക്റ്റ് സ്ഥലത്ത് പറഞ്ഞ ഔട്ട് സ്വിംഗ് എടുക്കാൻ പറ്റുന്ന ബോളർ ചിലപ്പം പോയിട്ട് ഫുൾ ടോസ് എറിയുന്നുണ്ടോ, അല്ലെങ്കിൽ ഷോർട്ട് ബോൾ എറിയുന്നുണ്ടാവും. നമ്മൾ ലൈഫിൽ തന്നെ എത്രയോ എറേഴ്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് നല്ല രീതിയിൽ പഠിച്ച എന്താ പറയുക ആൻസർ നമുക്ക് പരീക്ഷന്റെ ടൈമിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റാതെ സംഭവിച്ചു. ലൈഫിൽ നമ്മൾ ജനറൽ ലൈഫിൽ നോക്കുകയാണ് ഒരുപാട് എറേഴ്സ് സംഭവിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾ ഹ്യൂമൻ ബീങ് ആണ്. ഹ്യൂമൻ ബീങ് സ്വാഭാവികമായിട്ട് മിസ്റ്റേക്സ് ചെയ്യും, മിസ്റ്റേക്സ് സംഭവിക്കും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. കമ്മിറ്റിംഗ് ഓർ ഡൂയിങ് എ മിസ്റ്റേക്ക് ഇസ് നോട്ട് എ ക്രൈം. ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈം അല്ല. പക്ഷെ ആ ഒരു മിസ്റ്റേക്ക് സംഭവിച്ച് നമ്മൾ അതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്ത് അടുത്ത ബോളിന് വേണ്ടിയിട്ട് റെഡി ആവുന്നു എന്നുള്ളത് നമ്മളെ കയ്യിലുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു ചെയിൻ, ഞാൻ ഈ കൊടുത്തേക്കുന്ന ഒരു ചെയിൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മിസ്റ്റേക്സ് ചെയ്യാനുള്ള പെർസെൻറ്റേജ് വളരെ കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഐ ക്യാൻ ഗിവ് യു എക്സാമ്പിൾ വിത്ത് ദിസ്. ഞാനൊരു ക്യാച്ച് റെസ്പോൺസ്, പോസിറ്റീവ് ഓർ ഫിസിക്കൽ റെസ്പോൺസ്, ഞാനൊരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. Okay, I'm fielding in covers, I drop a sitter. And I'm positive to respond there. Okay, catch it, drop it. It's okay. Recognize it. What went wrong or what went right. അതിനെ കുറിച്ച് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ക്യാച്ച് ഡ്രോപ്പ് ആയെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കാം. ഓക്കെ, യെസ്, ഇതാണ് സംഭവിച്ചത്. എൻ്റെ കൈ കുറച്ചും കൂടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബോൾ ഈസി ആയിട്ട് കുറച്ചും കൂടെ എൻ്റെ കയ്യിൽ ഇരുന്നേനെ. അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് മൂമെന്റ് വരെ ബോൾ വാച്ച് ചെയ്ത് ഞാൻ കുറച്ച് കാഷ്വലായി ബോൾ എടുക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കണ്ണ് എടുത്തു, ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. അല്ലെങ്കിൽ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് ബോൾ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് മുന്നേ ഞാൻ ടാർഗറ്റിലേക്ക് വാച്ച് ചെയ്തു. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. അത് റെക്കഗ്നൈസ് ചെയ്യാം, ഇതാണ് സംഭവിച്ചത്, ഞാൻ ഇനി അടുത്ത ബോളിന് ഇതാണ് ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലാക്കാം. അത് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ റിലീസ് ഫ്രം യുവർ ഹെഡ്. നമ്മുടെ മൈൻഡിൽ നിന്ന് അതങ്ങ് വിട്ടേക്കാം. അത് കഴിഞ്ഞ് വാട്ട് എവർ ഹാപ്പൻഡ് ഇസ് ഹാപ്പൻഡ്, ദ പാസ്റ്റ് ഇസ് പാസ്റ്റ്, വി ക്യാൻ റീറൈറ്റ് ദാറ്റ്. അത് നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്ത് കളയുക. അടുത്ത ബോളിന് വേണ്ടിയിട്ട് റീഫോക്കസ് ചെയ്യുന്നതിന് മുന്നേ അത് റിഹേഴ്സ് ചെയ്യാം. യെസ്, അടുത്ത ഇതേപോലെ ക്യാച്ച് വന്നിട്ട് ഞാൻ ഇതേപോലെ പിടിക്കും. അടുത്ത ഗ്രൗണ്ട് ഫീൽഡിങ് ലാസ്റ്റ് മൂമെന്റ് കയ്യിലേക്ക് വാച്ച് ചെയ്ത് ബോൾ കയ്യിലുണ്ടെന്ന് ഉറപ്പിക്കും. അത് റീഹേഴ്സ് ചെയ്യാം. നൗ റീഫോക്കസ് ഫോർ ദ നെക്സ്റ്റ് ഡെലിവറി. സോ ഇതായിരിക്കണം ഒരു ചെയിൻ എന്ന് പറയുന്നത്, ഇതായിരിക്കണം അതിന്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ കണ്ടേക്കുന്ന ഒരു മിസ്റ്റേക്സ് സംഭവിച്ചു, ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത്, ഒരു മിസ്ഫീൽഡ് ചെയ്ത്, അതിൽ തന്നെ നമ്മൾ ഇരുന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ മിസ്റ്റേക്സ് സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത്തിരി നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്താൽ ചിലപ്പോൾ വീണ്ടും അതിലേക്ക് നിൽക്കുന്ന ഫീൽഡർ വീണ്ടും അടുത്ത ക്യാച്ച് ഡ്രോപ്പ് ചെയ്യും. അപ്പൊ അവിടെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി പറ്റണം. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ള കറക്റ്റ് ആയിട്ട് മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ബോളിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കും. അപ്പൊ ഈ ഒരു സൈക്കിൾ ഇത് സ്ട്രേറ്റ് അവേ ചിലപ്പം മാച്ചിൽ ചെയ്യാൻ വേണ്ടി സാധിക്കണമെന്നില്ല. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാച്ച് ഡ്രോപ്പ് ആയി, ഓക്കെ, അടുത്ത ഒരു ബോള് നമ്മളെ നേരെ വരുന്നതിന് മുമ്പിൽ അടുത്ത ബോളർ എറിയുന്നതിൻ്റെ ഇടയിൽ ഇത്ര കാര്യം സമയമുണ്ട്. ഞാൻ പറഞ്ഞു 90% ഓഫ് ദ ടൈം ഗെയിം ഇസ് ഡെഡ്. ഈ സമയത്ത് ഞാൻ ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് സംഭവിച്ചത്, അത് മൈൻഡിൽ റിലീസ് ചെയ്യുക. അഗൈൻ റിഹേഴ്സ് ഇറ്റ്, ദ ക്യാച്ച് കമ്മിങ് ഇൻ ടു യു വിൽ ടേക്ക് ദ ക്യാച്ച് ആൻഡ് മേക്ക് ഷുവർ ദ ബോൾ ഈസ് ഇൻ യുവർ ഹാൻഡ്. അഗൈൻ റീഫോക്കസ് ഫോർ ദ നെക്സ്റ്റ് ഡെലിവറി. നിങ്ങൾ സക്സസ് ആണുള്ള പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. ഇതാണ് ഒരു എറർ സംഭവിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി ഫീൽഡിംഗ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ ഈ സെഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഒരു ബോളിന്റെ ഇടയിൽ ചെയ്യേണ്ടതായിരിക്കും. ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും എല്ലാം സെയിം, ഫോളോ ദ സെയിം എക്സസൈസ്. അതർ ഇഷ്യൂസ്, ഹാൻഡ്ലിംഗ്, സ്ലെഡ്ജിങ്. ചിലപ്പോൾ നമ്മൾ മാച്ച് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഇൻവോൾവിങ് ത്രൂ ഔട്ട് ദ ഗെയിം. സ്ലെഡ്ജിങ്ങിലേക്ക് ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട് മാച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. ചിലപ്പം ബാറ്റ്സ്മാൻമാരെ നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് എന്തെങ്കിലും പറയും. നല്ല ബാറ്റ്സ്മാൻമാരാണെങ്കിൽ ചിലപ്പോൾ മൈൻഡ് ആക്കുകയില്ല, അങ്ങനെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യും. ചിലപ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള ഇതേപോലത്തെ എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യുന്ന ബാറ്റ്സ്മാൻമാരാണെങ്കിൽ ചിലപ്പോൾ തിരിച്ചു എന്തെങ്കിലും പറയും. ഓക്കെ, ആ സമയത്ത് നമ്മൾ ഡൗൺ ആകുന്നതിന് വരെ, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കറക്റ്റ് ഒരു ഇമോഷണൽ സ്റ്റേജിൽ നിൽക്കുന്നതിന് പകരം നമ്മൾ ഫോക്കസിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് മോശം സംഭവിക്കാൻ വേണ്ടിയിട്ട്.
ഓക്കെ, അപ്പൊ സ്ലെഡ്ജിങ് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അടുത്ത ബോളിന് വേണ്ടിയിട്ട് നമ്മൾ റീഫോക്കസ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് എവർ ഹാപ്പൺ ബിറ്റ്വീൻ ദ ഡെലിവറീസ് ഓർ വാട്ട് എവർ ഹാപ്പൺ ബിഫോർ ദ ലാസ്റ്റ് ഡെലിവറീസ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി പാസ്റ്റ്. അത് കഴിഞ്ഞ് അത് അക്കൗണ്ടിലേക്ക് ഇടുക, റീഫോക്കസ് ഫോർ ദ നെക്സ്റ്റ് ഡെലിവറീസ്. ഇൻവോൾവിങ് ത്രൂ ഔട്ട് ദ ഗെയിം. നമ്മൾ നിങ്ങൾ ഓരോരുത്തരെയും പ്ലേയിങ് എക്സ്പീരിയൻസിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 50 ഓവേഴ്സ് വാട്ട് എവർ ഏത് സിനാരിയോ ഫോർമാറ്റ് മാച്ച് ആണെങ്കിലും ഇനീഷ്യലുള്ള എനർജി ത്രൂ ഔട്ട് ദ ഡേ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ഗെയിം കാണുന്നത് വളരെ കുറവാണ്. ഫസ്റ്റ് കളി തുടങ്ങുന്ന സമയത്ത് ഭയങ്കര എനർജി, കമോൺ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പൂൽമാലായിരിക്കും. അപ്പൊ അതിനുശേഷം സ്ലോലി എനർജി ലെവലിൽ താഴെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഇതേപോലത്തെ പ്ലേയേഴ്സ് ഉള്ള സമയത്ത് അവരോട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, യു തിങ്ക് യു ആർ ദ ക്യാപ്റ്റൻ. നമ്മൾ ഓരോരുത്തരും വിചാരിക്കും ഞാൻ ക്യാപ്റ്റൻ ആണെന്നുള്ളത്. അപ്പൊ ക്യാപ്റ്റൻ ആണെന്ന് ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ ക്യാപ്റ്റൻ ആണെന്ന് ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോൾവ്മെന്റ് കൂടും. ക്യാപ്റ്റൻ ആകുന്ന സമയത്ത് അത്രയും ഗെയിമിൽ ഇൻവോൾവ് ചെയ്യണം. ഗെയിം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വിക്കറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ, ബാറ്റ്സ്മാൻ എന്താണ് ട്രൈ ചെയ്യുന്നത്, മൊമെന്റം എവിടെ കിടക്കുന്നത് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ട കാര്യമുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഓണർഷിപ്പ് കൂടും, ഇൻവോൾവ്മെന്റ് കൂടും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ചിന്തിക്കുക നമ്മൾ ക്യാപ്റ്റൻ ആണെന്നുള്ളത്. ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാന്ന് വിശ്വസിക്കുന്നു. പാകിസ്ഥാന്റെ വിക്കറ്റ് കീപ്പർ സർഫറാസ് ഖാൻ ആ വീടുന്ന ഒരു ഫോട്ടോ ആണ് കൊടുത്തേക്കുന്നത്. Enjoy the fielding. That's all about me for the small session. I kept it very simple. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. ക്രിക്കറ്റ് is a very simple game if you are taking it that way. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. Over to Ramesh sir. Thank you, Masar. It is a very excellent session. I think you have covered most of the point. Marking endengilum queries or questions ondengil please post here or in your group. And then എനിക്ക് ഒന്ന് രണ്ട് പോയിന്റ് മസറിനെ കോംപ്ലിമെന്റ് ചെയ്യാനുണ്ട്. ഒന്ന്, you have covered most of the things. സ്റ്റുഡൻസിനും കോച്ചസിനും വേണ്ടി കഴിഞ്ഞ ഒരു 10 വർഷത്തില് ഫീൽഡിംഗ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻസ്. ബാറ്റിങ്ങിനും ബൗളിങ്ങിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഫീൽഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ്. മസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ജോൺ ഡി റോഡ്സ് ആണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 10 കൊല്ലം മുമ്പേ ജോൺ ഡി റോഡ്സിന്റെ സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ആ ഫീൽഡിംഗ് സ്റ്റാൻഡേർഡ് ഒരു ബെഞ്ച് മാർക്കായിട്ട് മാറി. ആ ഒരു റെവല്യൂഷനും ഷോർട്ടർ വേർഷൻ T20 വൺ ഡേ ഒന്നോടെ ഫീൽഡിംഗ് has become very important. So he has covered most of the points. And the most important, like any other skill, fielding skills have to be improved. You have to practice. You have to spend a lot of time with the coach, and you have to take the initiative to improve your skills. എന്നാൽ എനിക്ക് ഒന്ന് രണ്ട് ടിപ്സ് പറയാനുണ്ട് ഇതിന്. As a fielder, even T20 or a one day or a multi-day match, what you have to do is, he said, fierce focus for a point touching. That's very important. Fierce focus starts just before the delivery. So you have to know when you have to change. ഞാൻ സാറിന് ചെയ്യേണ്ടത്, ഞാൻ കളിക്കുന്ന പോലെ എനിക്ക് ഈ ബോൾ എനിക്കാണ്, ഞാൻ സ്ലിപ്പിലാണെങ്കിൽ ഞാൻ പറയും ഈ ക്യാച്ച് എനിക്കാണ് വരുന്നതെന്ന് പറഞ്ഞേ ഞാൻ നിൽക്കൂ. എനിക്ക് വരുന്നേ പറഞ്ഞു. എനിക്ക് ഒരുപാട് നല്ല ക്യാച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് പറയാത്ത സമയത്ത് ഞാൻ ക്യാച്ച് മിസ്സും ചെയ്തിട്ടുണ്ട്. അത് ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഇന്നിങ്സ് ഒക്കെയാണ് അത് പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എവിടെ ഫീൽഡ് ചെയ്യുകയാണെങ്കിലും യു ഷുഡ് സേ ദിസ് ബോൾ ഈസ് ടു മീ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ബി ബെറ്റർ പ്രിപ്പയർഡ് ടു മൂവ്. ബാക്കി എല്ലാം വേണം, അത്ലറ്റിസം വേണം, ഫ്ലെക്സിബിലിറ്റി വേണം, യു ഹാവ് ടു ആന്റിസിപ്പേറ്റ്. ബട്ട് യുവർ ഫിയർസ് ഫോക്കസ് സ്റ്റാർട്ട്സ് വെൻ യു സേ ടു യുവർസെൽഫ് that ഈ ബോൾ എനിക്കാണ്. ഇത് പറയുമ്പോൾ തന്നെ you will be much prepared and you will start a second early, start moving a second early. That is very important one. Another thing you can compliment is when you are in close fielding like slip, you can always tell the keeper, hey നിനക്കാണ് ഈ ബോൾ. അല്ലെങ്കിൽ ഫസ്റ്റ് സ്ലിപ്പ് സെക്കൻഡ് സ്ലിപ്പിന്റെ അടുത്ത് പറയാം, നിനക്ക് ഈ ബോൾ ആണ് നോക്കിയിരുന്നോ. അത് അയാളെയും ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. You also will be ready to take that. This is something we should do. And most important thing I want to tell all the players is, as a fielder, mindset is very important. Masar complete ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എങ്കിലും as a fielder, as a captain, I used to tell all my 10 fielders, look at me after the end of every ball, or look at the bowler after the end of every ball. എവിടെയാണെങ്കിലും if you are find that you are mid off, if you are mid on, you are first slip, coach, or like everywhere, you should look at the bowler and captain, because these are things you will get a lot of tips from them. That also keeps your mind busy. And I am also happy if a fielder looks at me. ഞാൻ ഇങ്ങനെ നോക്കും എല്ലാവരും, അല്ലെങ്കിൽ ഞാൻ ബോളർ ആണെങ്കിൽ എല്ലാവരെയും നോക്കും. എനിക്കൊരു കോൺഫിഡൻസ് വരും. So that is very important. Another thing you should understand, ഇന്നത്തെ
cricket, modern cricket, the fielding side in the standard is very important. Every batsman, if he is batting against a very good fielding side, he is under pressure. ഞാൻ ഗാർഡ് എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നത്, ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ പ്രസന്റ് ബാറ്റ്സ്മാൻ നോക്കുന്നത് എന്റെ ക്ലോസിംഗ് ഫീൽഡർക്കാരാണ്, ഷോർട്ട് ഷോട്ടിലെക്കാരാണ്, സ്ലിപ്പാരാണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ ആദ്യത്തെ റൺസ് എടുക്കാൻ വേണ്ടി ടാപ്പ് ചെയ്ത് പോകുമ്പോൾ മിഡ് വിക്കറ്റ്, ഷോർട്ട് മിഡ് വിക്കറ്റ് ആരാണ്, കവർ ആരാണ്. So if you are seeing good fielders, you are under pressure. So as a fielder, if you are good, your team is a good fielding side, you create 50% more pressure to the batting side. These are very important. Fielding is very important. All academy students at this age, you should understand the importance of fielding. You have to work a bit more. Because fielding is an area. Batting run, bowling wicket, team marginally. Two players who is a better fielder, who can change the game. T20 or one-day match, most of the time a batsman or a bowler gets man of the match award. There will be a time when a fielder is also going to get man of the match award. One excellent catch, one outstanding catch, one outstanding run out changes the whole match. So fielders are getting more and more important in the game of cricket now. So ellarum adu concentrate here. Please go through the session of Masar. He has touched a lot of very good points. Stamina, strength, flexibility, anticipation, attempts, all these things are very important. And work on your skills. Spend time with your coach to improve your fielding. This is the time you should improve. Stage mature cricket try, then there is little scope for improvement in your fielding. So this is the best time. You have to build your skills. And wish you all the best. And thanks, Masar, once again. It's a beautiful session. And well done. Thank you all. We'll meet in the next session. Thank you. Thank you.